പ്രിയപ്പെട്ട കുട്ടികളെ, തേർഡ് ചാപ്റ്റർ റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി. ഇതൊരു ഫുൾ വീഡിയോ ആണ്, ഫുൾ ചാപ്റ്ററാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതല്ല, നിങ്ങൾക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രത്യേക പാർട്ടാണ് നിങ്ങൾക്ക് കാണാമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഓരോ പാർട്സിൻ്റെയും ടൈം ലൈൻസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ടൈം ലൈൻ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. റിയാക്ഷൻസ് ഓഫ് മെറ്റൽസ് വിത്ത് വാട്ടർ 1 മിനിറ്റ് 20 സെക്കൻഡ് തൊട്ടാണ് തുടങ്ങുന്നത് കേട്ടോ. റിയാക്ഷൻസ് ഓഫ് മെറ്റൽസ് വിത്ത് എയർ 5 മിനിറ്റ് 09. റിയാക്ഷൻസ് ഓഫ് മെറ്റൽ വിത്ത് ആസിഡ് 9:08. ഇലക്ട്രോ കെമിക്കൽ സീരീസ് 10ാമത്തെ മിനിറ്റ് തൊട്ട് 10 മിനിറ്റ് 46 സെക്കൻഡ് തൊട്ടാണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ് ഡിസ്കസ് ചെയ്യുക. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ, ഗാൽവാനിക് സെൽ, ഇലക്ട്രോലിറ്റിക് സെൽ, ഇലക്ട്രോളിസിസ് ഓഫ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ, പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി ഓഫ് ഇലക്ട്രോളിസിസ്, ഇലക്ട്രോപ്ലേറ്റിംഗ്. ഇതാണ്. ചെറിയൊരു മാറ്റങ്ങളൊക്കെ ഉണ്ടാവേ, ചെറിയ സെക്കൻഡിലുള്ള മാറ്റം ഉണ്ടാവും. അത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കാം. എന്നിട്ട് നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് വരാം. സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഭാഗം നിങ്ങൾക്ക് കാണണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ടൈം തൊട്ട് നിങ്ങൾ കണ്ടാൽ മതി. ഓക്കെ, നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിയാക്ഷൻസ് ഓഫ് മെറ്റൽ വിത്ത് വാട്ടർ എന്ന കാര്യമാണ്. അതായത് എങ്ങനെയാണ് മെറ്റൽസ് വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് നോക്കാം. നിങ്ങൾ 3 പാത്രത്തിൽ തണുത്ത വെള്ളം എടുക്കുക. അതിൽ ഒരു പീസ് സോഡിയം ഇടുക, ഒരു പീസ് മെഗ്നീഷ്യം ആഡ് ചെയ്യുക, ഒരു പീസ് കോപ്പർ ആഡ് ചെയ്യുക. എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ചെറിയൊരു പീസ് സോഡിയമാണ് അവിടെ ഇടുന്നതെങ്കിൽ ചെറിയൊരു തീപിടുത്തം അവിടെ ഉണ്ടാവും. മെഗ്നീഷ്യം ആണെങ്കിൽ there will be no chemical reaction, കാര്യമായ കെമിക്കൽ റിയാക്ഷൻ ഒന്നും ഉണ്ടാവില്ല. കോപ്പർ ആണെങ്കിൽ there will be no chemical reaction. ഈ സോഡിയത്തിൻ്റെ പീസ് വലുതായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നിങ്ങൾ അടുത്ത കാലത്ത് ഇറങ്ങിയിരിക്കുന്ന ഒരു ഫിലിമിലുണ്ട്, അതിൽ ഹരീഷ് കണാരൻ ലാബിൽ കയറിയിട്ട് ഈ പറഞ്ഞ സോഡിയം പീസ് ഇട്ടപ്പോൾ ഉണ്ടായ ഒരു സാഹചര്യം നിങ്ങളുടെ മനസ്സിൽ കാണുന്നുണ്ടോ? അതാണ് ഇവിടെ സംഭവിക്കുക. മെഗ്നീഷ്യം ആണെങ്കിൽ there is no chemical reaction, കോപ്പർ ആണെങ്കിൽ there is no chemical reaction. എന്തുകൊണ്ട് സോഡിയം അവിടെ തീപിടിക്കുന്നു? സോഡിയം വെള്ളത്തിലിട്ട് തീപിടിക്കാൻ കാരണം സോഡിയം വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഏറ്റവും എളുപ്പത്തിൽ കത്തുന്ന ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവുന്നത് കൊണ്ടാണ് അവിടെ തീപിടുത്തം സംഭവിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കിൽ ചോദിച്ച ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: വിച്ച് മെറ്റൽ റിയാക്ട് വിഗറസ്ലി? ആരായിരുന്നു വളരെ സ്പീഡിൽ റിയാക്ട് ചെയ്തിരിക്കുന്നത്, വിഗറസ് ആയിട്ട് റിയാക്ട് ചെയ്തത്? ഇസ് നത്തിങ് ബട്ട് ആരാണ്? സോഡിയം ആണ് അല്ലേ. ഇനി രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു, ദാറ്റ് ഈസ് റൈറ്റ് ഡൗൺ ഇറ്റ്സ് കെമിക്കൽ ഇക്വേഷൻ. ദാറ്റ് ഈസ് നത്തിങ് ബട്ട്, അതായത് സോഡിയം ആരുമായിട്ട് റിയാക്ട് ചെയ്തു? വെള്ളമായിട്ട് റിയാക്ട് ചെയ്തു. ഉണ്ടാകുന്ന ഒരു പ്രൊഡക്റ്റ് ആരാണ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഹൈഡ്രജൻ ഗ്യാസ് അല്ലേ. പ്ലസ് പിന്നെ ആരുണ്ടാവും എന്നറിയാം, NaOH ഉണ്ടാവും, സോഡിയം ഹൈഡ്രോക്സൈഡ്. ഇത് ബാലൻസ്ഡ് അല്ലല്ലോ, ഇതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2Na ഇത് 2H2 ആക്കി മാറ്റുക. അപ്പം 2NaOH ആയിട്ട് മാറും. 2NaOH പ്ലസ് H2. ഇപ്പം ഇത് ബാലൻസ്ഡ് ആണ്. ബാലൻസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ല. മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു, ദാറ്റ് ഇസ് വിച്ച് ഗ്യാസ് ഈസ് ഇവോൾവ്ഡ് ഇൻ ദിസ് റിയാക്ഷൻ? ഏത് ഗ്യാസാണ് ഇവോൾവ് ചെയ്തിരിക്കുന്നത്? നിങ്ങൾക്ക് അറിയാലോ, ഹൈഡ്രജൻ ഗ്യാസ്. ഇതല്ലേ കത്താൻ സഹായിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഒരു കാര്യം ചെയ്യാം. ഈ വെള്ളം ചൂടാക്കുക. തണുത്ത വെള്ളത്തിൽ തന്നെ സോഡിയം റിയാക്ട് ചെയ്ത് പോയി. ഈ വെള്ളം കുറച്ചൊന്ന് ചൂടാക്കുക. എൻ്റെ അതിലേക്ക് മെഗ്നീഷ്യവും കോപ്പർ ഇടുക. നിങ്ങൾക്ക് കാണാൻ പറ്റും, മെഗ്നീഷ്യം ഇട്ട് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇപ്പം മെഗ്നീഷ്യം പീസ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ബബിൾസ് ഇങ്ങനെ പുറത്ത് വരുന്ന കാണാൻ പറ്റും. ബബിൾസ് പുറത്ത് വരാൻ കാരണം ഈ മെഗ്നീഷ്യം വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എഗെയിൻ എന്ത് ഗ്യാസ് ഉണ്ടാകുന്നു? ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാകുന്നു. പക്ഷെ ചൂട് വെള്ളമായിരിക്കണം. കോപ്പർ നിങ്ങൾ ചൂടുവെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ there will be no chemical reaction. അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും എല്ലാ മെറ്റൽസിനും ഒരേ റിയാക്ടിവിറ്റി അല്ല. സോഡിയത്തിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെയും കോപ്പറിൻ്റെയും റിയാക്ടിവിറ്റി ഒരുപോലെയല്ല. ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മെറ്റൽസിൻ്റെ റിയാക്ടിവിറ്റിയെ കുറിച്ചാണ്. ഓക്കെ, വീണ്ടും നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ കോളത്തിലേക്ക് പോകാം. ഒരു ടേബിൾ ഉണ്ട് അല്ലേ, അത് കാണാൻ പറ്റും. മെറ്റല്, ദെൻ ഇൻ കോൾഡ് വാട്ടർ, ഇൻ ഹോട്ട് വാട്ടർ. സോഡിയം ആണെങ്കിൽ നിങ്ങൾ കണ്ടു, കോൾഡ് വാട്ടർ തന്നെ വിഗറസ് റിയാക്ഷൻ ആണ്. ഹോട്ട് വാട്ടറിലേക്ക് നിങ്ങൾ ഇടേണ്ട ആവശ്യമൊന്നുമില്ല, ഭയങ്കര റിയാക്ഷൻ ആയിരിക്കും. മെഗ്നീഷ്യം ആണെങ്കിൽ കോൾഡ് വാട്ടറിൽ നോ റിയാക്ഷൻ, അതേസമയം ഹോട്ട് വാട്ടറിൽ റിയാക്ഷൻ ഉണ്ട് അല്ലേ.
കോപ്പർ ആണെങ്കിൽ കോൾഡ് വാട്ടറിൽ നോ റിയാക്ഷൻ, അതേപോലെ തന്നെ ഹോട്ട് വാട്ടറിൽ നോ റിയാക്ഷൻ. അങ്ങനെയാണെങ്കിൽ ഈ 3 മെറ്റലുകളെയും അവയുടെ റിയാക്ടിവിറ്റിയുടെ ഓർഡറിൽ സോഡിയം ആണെങ്കിൽ ഹൈലി റിയാക്റ്റീവാണ്, തണുത്ത വെള്ളത്തിന് നന്നായിട്ട് റിയാക്ട് ചെയ്യും. അതേസമയം മെഗ്നീഷ്യം ആണെങ്കിൽ തണുത്ത വെള്ളത്തിൽ റിയാക്ട് ചെയ്യില്ല, ചൂടുവെള്ളത്തിൽ റിയാക്ട് ചെയ്യും. അതുകൊണ്ട് സോഡിയത്തിനേക്കാൾ റിയാക്ടിവിറ്റി കുറവാണ് അല്ലേ. പിന്നെ ആർക്കാണ്? ദാറ്റ് ഇസ് കോപ്പർ. അങ്ങനെയാകുമ്പോൾ ഈ 3 മെറ്റലുകളെ റിയാക്ടിവിറ്റിയുടെ ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്തില്ലേ, സോഡിയം ഹയർ ദാൻ, മെഗ്നീഷ്യം ഹയർ ദാൻ, പിന്നെ ആരാണ്? കോപ്പറാണ്. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റിയാക്ഷൻസ് ഓഫ് മെറ്റൽസ് വിത്ത് എയർ ആണ്. മെറ്റൽസ് എയറുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. നിങ്ങൾ ഓരോ പീസ് സോഡിയം, മെഗ്നീഷ്യം, അലൂമിനിയം, കോപ്പർ ആൻഡ് ഗോൾഡ് എടുക്കുക. എന്നിട്ട് ഇതിനെ മുറിക്കുക, ഒരു കത്തി കൊണ്ട് മുറിക്കുന്നതായിരിക്കുക. എല്ലാത്തിനെയും നമ്മൾ കത്തി കൊണ്ട് മുറിക്കാൻ പറ്റുന്നതായിരിക്കുക. മുറിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും നിങ്ങൾക്ക് ആ മുറിച്ച ഭാഗത്ത് നല്ല തിളക്കം ഉണ്ടാവും. അതിനാ പറയാ ഇക്വൽട്ടസ് മെറ്റാലിക് ലെസ്റ്റർ എന്നാ പറയാ. സോഡിയം മുറിക്കുമ്പോൾ നല്ല തിളക്കം ഉണ്ടാവേ, വിത്തിൻ സെക്കൻഡ് സോഡിയത്തിന്റെ ആ തിളക്കം അവിടെ നഷ്ടപ്പെടും. മെഗ്നീഷ്യം ആണെങ്കിൽ കുറച്ച് സമയം തിളക്കം ഉണ്ടാവും, ഇതിനേക്കാളും കുറച്ചും കൂടിയ സമയം അവിടെ തിളക്കം ഉണ്ടാവും, ദെൻ അതിന്റെ ലെസ്റ്റർ നഷ്ടപ്പെടും. അലൂമിനിയം കുറച്ചും കൂടി സമയം ഉണ്ടാവും, മെറ്റാലിക് ലെസ്റ്റർ നഷ്ടപ്പെടും. കോപ്പർ ചിലപ്പം ഒരു 1-2 ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ അതിന്റെ തിളക്കം നഷ്ടപ്പെടുകയുള്ളൂ. ഗോൾഡ് ആണെങ്കിൽ കാര്യമായിട്ട് അതിന്റെ തിളക്കം നഷ്ടപ്പെടുകയില്ല. അതിന്റെ കാരണം എന്താണെന്ന് അറിയാം? സോഡിയവും മെഗ്നീഷ്യവും അലൂമിനിയവും അലൂമിനിയവും ഒക്കെ അറ്റ്മോസ്ഫിയറിലെ എയറുമായിട്ട് റിയാക്ട് ചെയ്യും. എയറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അവയുടെ ഓക്സൈഡ്സ് ആയിട്ട് മാറും. നിങ്ങൾ നോക്ക്, ഇവിടെ പറഞ്ഞ എല്ലാ മെറ്റൽസിന്റെയും ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഓക്സൈഡായിട്ട് മാറാനുള്ള കഴിവ് സെയിം ആണോ ഡിഫറെൻ്റ് ആണോ? ഡിഫറെൻ്റ് ആണ്, റൈറ്റ്? ഈ മെറ്റൽ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഓക്സൈഡ്സിന്റെ ഫോമുല ഏതാണ്? MgO2 ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഒരു ഓക്സൈഡ്സിന്റെ ഫോമുല ഉണ്ടാവും. നമ്മൾ എന്താ ചെയ്യുന്ന അറിയാം? നിങ്ങൾ എപ്പോഴും ഫോമുല എഴുതാനുള്ള വഴി ഇതാണ്, ദാറ്റ് ഇസ് MgO എന്ന് അവിടെ എഴുതി വെക്കോട്ടോ. അലൂമിനിയത്തിന്റെ ഓക്സൈഡിന്റെ ഫോമുല നിങ്ങൾ തൽക്കാലത്തേക്ക് AlO എന്ന് എഴുതുക. പക്ഷെ ഇത് ശരിയല്ല, ബോധമായിട്ട് ശരിയല്ല. അങ്ങനെ ശരിയാക്കാൻ നമുക്ക് Mgയുടെ ഓക്സിഡൈസ് സ്റ്റേറ്റ് +2. ഞാൻ പറഞ്ഞേക്ക് സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ് ആയതുകൊണ്ട് +2, ഓക്സിജൻ -2. ഇനി നിങ്ങൾ ഈ 2 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക, ഈ 2 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ നമുക്ക് കിട്ടുന്ന ഫോമുല അല്ലേ, ദാറ്റ് ഈസ് Mg2O2. നോക്ക്, ഇത് നമുക്ക് ഒരു സ്മോൾ ഹോൾ നമ്പർ റേഷ്യോ ആക്കണമെങ്കിൽ ഇതിനെ മൊത്തം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫോമുല അല്ലടോ MgO. ഒരു Mgയും ഒരു Oയും കൊടുത്താൽ മതി. ഇനി ഈ കേസിൽ അങ്ങനെ ശരിയാവില്ല കേട്ടോ. ഓക്സിജന്റെ -2, അലൂമിനിയം 13ാം ഗ്രൂപ്പ് അല്ലേ, 13ാം ഗ്രൂപ്പ് ആയതുകൊണ്ട് +3 ആണ് ഓക്സിഡൈസ് സ്റ്റേറ്റ്. ഇതിവിടെ മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെയാകുമ്പോൾ ഇവിടെ കിട്ടുന്ന ഫോമുല അല്ലേ Al2O3. കാരണം 2 ഇവിടെ വരുന്നുണ്ട്, 3 ഇവിടെയും വരുന്നുണ്ട്, Al2O3. ഇതിനെ നിങ്ങൾക്ക് ഇനി സ്മോൾ ഹോൾ നമ്പർ ആക്കാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് ഫ്രാക്ഷണൽ നമ്പറിലേക്ക് കിട്ടും. ഫ്രാക്ഷണൽ നമ്പർ ആകാൻ പാടില്ല, ഹോൾ നമ്പർ ആകണം. ഇനി സിഒയുടെ കേസിൽ അതിന്റെ ഓക്സൈഡിന്റെ, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. സാധാരണ കേസിൽ കാർബണിന്റെ +4 ആണ് ഓക്സിജൻ സ്റ്റേറ്റ്, ഓക്സിജന്റെ -2. ഇതിവിടെ മൾട്ടിപ്ലൈ, ഇതിവിടെ മൾട്ടിപ്ലൈ. അങ്ങനെ നമുക്ക് കിട്ടുന്നത് C4O2 കിട്ടും അല്ലെ. ഇത് നമുക്കൊരു കാര്യം ചൂടെ, ഡിവൈഡഡ് ബൈ 2 കൊടുത്താൽ ഇത് C2O4 കിട്ടും അല്ലെ. അങ്ങനെ നമ്മൾ ഡിവൈഡ് ബൈ 2 കൊടുത്താൽ നമുക്ക് കിട്ടുന്ന സംഭവം അല്ലേ, ദാറ്റ് CO2. സാധാരണ കാർബൺ ഓക്സൈഡിന്റെ ഫോമുല CO2, പക്ഷെ കാർബൺ മോണോക്സൈഡ് ഉണ്ട് താനും. ഇനി ബിയുടെ കേസ് അഗൈൻ ഇത് -2, ഇത് +3 ആണേ. ഇത് ഇവിടെ മൾട്ടിപ്ലൈ, ഇത് ഇവിടെ മൾട്ടിപ്ലൈ. അപ്പൊ എന്താ കിട്ടുമെന്ന് അറിയാം, ദാറ്റ് ഇസ് B2O3 കിട്ടും. ഇനി CaOയുടെ കേസിൽ ഇവിടെ -2 ആണ്, ഇത് +2 ആണ്, കാരണം സെക്കൻഡ് ഗ്രൂപ്പ് ആയതുകൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ, ഇവിടെ മൾട്ടിപ്ലൈ വാട്ട് യു ഗെറ്റ് Ca2O2 കിട്ടും. അതിന്റെ സിംപ്ലസ്റ്റ് ഫോമുല CaO. ഇങ്ങനെ നമ്മൾ ഓക്സൈഡ്സിന്റെ ഫോമുല കണ്ടുപിടിക്കാം. ഒന്ന് ഓർത്ത് വെക്കട്ടോ. നമുക്ക് വീണ്ടും ടെക്സ്റ്റ് ബുക്കിലേക്ക് വരാം. വിച്ച് മെറ്റൽ എമോങ് മെഗ്നീഷ്യം, കാൽഷ്യം, കോപ്പർ, AU, Na ആൻഡ് അലൂമിനിയം ലോസസ് ഇറ്റ്സ് ലെസ്റ്റർ അറ്റ് എ ഫാസ്റ്റർ റേറ്റ്? ഏറ്റവും സ്പീഡിൽ ലെസ്റ്റർ നഷ്ടപ്പെടുന്ന ആരായിരുന്നു? ഞാൻ പറഞ്ഞു, ദാറ്റ് ഈസ് സോഡിയം ആണ് അല്ലേ. നെക്സ്റ്റ്, ലിസ്റ്റ് ദി അബോവ് മെറ്റൽസ് ഇൻ ദി ഡിക്രീസിംഗ് ഓർഡർ ഓഫ് ദിയർ റിയാക്ടിവിറ്റി. അവിടെ റിയാക്ടിവിറ്റി ഓർഡറിലെ ഡിക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച്മെന്റ്. ഡിക്രീസിംഗ് ഓർഡർ എന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ കൊടുക്കേണ്ട ഏറ്റവും റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ ആരാ? ഏറ്റവും റിയാക്റ്റീവ് നിങ്ങൾ കണ്ടു, സോഡിയം. പിന്നെ ആരാന്നറിയോ? മെഗ്നീഷ്യം. നേരത്തെ കണ്ടല്ലേ, മെഗ്നീഷ്യം. പിന്നെ ആരാന്ന് വെച്ചാൽ ദാറ്റ് ഈസ് അലൂമിനിയം. പിന്നെ ദാറ്റ് ഈസ് കോപ്പർ. പിന്നെ ആരാണ്? ഗോൾഡ്. ഇതാണ് അവയുടെ റിയാക്ടിവിറ്റി ഓർഡർ. ഓക്കെ, അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിയാക്ഷൻസ് ഓഫ് മെറ്റൽസ് വിത്ത് ആസിഡ്സ് ആണ്. 5 ടെസ്റ്റ് ട്യൂബ് എടുക്കുക. അതിൽ നിങ്ങൾ 5 ടെസ്റ്റ് ട്യൂബ്സ് ഉണ്ട്. ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒന്നാമത്തേൽ അയൺ, രണ്ടാമത്തേൽ മെഗ്നീഷ്യം, മൂന്നാമത്തേൽ കോപ്പർ പീസ്, അടുത്തതിൽ ഗോൾഡ് പീസ്, അടുത്തതിൽ സിങ്ക് പീസ് ഇടുക. സിങ്കിന്റെ കഷ്ണങ്ങൾ ഇടുക. എന്നിട്ട് എന്താണ് അവിടെ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ എന്ന് നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യാം. നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത്
ഈ പറഞ്ഞ Fe ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ഇട്ടപ്പോൾ കുറച്ച് ബബിൾസ് ഉണ്ട് കേട്ടോ. ഈ ബബിൾസ് ഒക്കെ എന്ത് ബബിൾസ് ആണെന്ന് അറിയോ? ഹൈഡ്രജൻ ഗ്യാസ് ആണ് മനസ്സിലാക്കുക. അതേസമയം ഈ പറഞ്ഞ മെഗ്നീഷ്യം ആണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ നല്ലോണം ബബിൾസ് ഉണ്ട്. ദാറ്റ് മീൻസ് നല്ലതായിട്ട് കെമിക്കൽ റിയാക്ഷൻ അവിടെ നടന്നിട്ടുണ്ടെന്നല്ല അർത്ഥം. അതേസമയം നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന കോപ്പർ ആണെങ്കിൽ ദർ ഇസ് നോ ബബിൾസ്, ദാറ്റ് മീൻസ് ദർ ഇസ് നോ കെമിക്കൽ റിയാക്ഷൻ. ഡയലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡായിട്ട് കോപ്പർ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നില്ല. അതേസമയം ഗോൾഡ് ആണ് ഇട്ടതെങ്കിലും ദർ വിൽ ബി നോ കെമിക്കൽ റിയാക്ഷൻ. അതേസമയം സിങ്ക് ആണെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ടുണ്ട് അല്ലേ, കുറച്ച് ബബിൾസ് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ നോക്കി, ഇവിടെ അല്ലേ കൂടുതൽ ബബിൾസ് ഉണ്ടായിരിക്കുന്നത്, കൂടുതൽ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടായിരിക്കുന്നത്, കൂടുതൽ റിയാക്ഷൻ നടന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവന്മാരെ നമുക്ക് അവന്മാരുടെ റിയാക്ടിവിറ്റിയുടെ ഓർഡറിൽ അറേഞ്ച്മെന്റ് നടത്തൂടെ? മെഗ്നീഷ്യം ഈസ് മോർ റിയാക്റ്റീവ്, പിന്നെ സിങ്കിലല്ലേ, ദെൻ സിങ്ക്, ദെൻ പിന്നെ ആരാണ് Fe, ദെൻ ഇവിടുത്തെ കോപ്പർ, പിന്നെ ഏറ്റവും റിയാക്ടിവിറ്റി കുറവായിരിക്കും ആർക്ക്? ദാറ്റ് ഇസ് ഗോൾഡിന് റിയാക്ടിവിറ്റി ഏറ്റവും കുറവായിരിക്കും. അങ്ങനെയാകുമ്പോൾ എല്ലാ മെറ്റൽസിനും ഒരേ റിയാക്ടിവിറ്റി അല്ല എന്ന് മനസ്സിലായല്ലോ. സോ വി ക്യാൻ അറേഞ്ച് ദ മെറ്റൽസ് ഇൻ ദി ഓർഡർ ഓഫ് ദെയർ റിയാക്ടിവിറ്റി ടു ഫോം എ സീരീസ്. ദാറ്റ് സീരീസ് ഇസ് വി കോൾ ഇറ്റ് ആസ് റിയാക്ടിവിറ്റി സീരീസ് ഓർ ഇലക്ട്രോകെമിക്കൽ സീരീസ്. ഇതാണ് ആ സീരീസ്. നോക്കണേ, ദാറ്റ് ഈസ് സോഡിയം, കാൽഷ്യം, മെഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക്, അയൺ, നിക്കൽ, ടിന്ന്, ലെഡ്, ഹൈഡ്രജൻ, കോപ്പർ, സിൽവർ, ഗോൾഡ്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ സീരീസ് ഇവിടെ പൂർണ്ണമാകുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഇപ്പം തൽക്കാലത്തേക്ക് ഇത്ര മാത്രം പഠിച്ചാൽ മതി. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങൾ കണ്ടല്ലോ, മെഗ്നീഷ്യം ഉണ്ട്, അതേപോലെ തന്നെ ഗോൾഡ് ഉണ്ട്. ആരാണ് ഹൈലി റിയാക്റ്റീവ്? മെഗ്നീഷ്യം അല്ലേ ഗോൾഡിനേക്കാൾ. പിന്നെ അലൂമിനിയം, സിങ്ക്, അയൺ, നിക്കൽ ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ കോപ്പറൊക്കെ റിയാക്ടിവിറ്റി കുറഞ്ഞു വരാം അല്ലെ, സിൽവർ റിയാക്ടിവിറ്റി കുറഞ്ഞു വരാം. അപ്പം എനിക്ക് പറയാം, ഈ ടേബിളിൽ താഴോട്ട് പോകുന്തോറും റിയാക്ടിവിറ്റി ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ? റിയാക്ടിവിറ്റി എന്ത് ചെയ്യുന്നു? ഡിക്രീസസ് എന്ന് കാണാൻ പറ്റും. ഇനി ഇവിടെ കാണാൻ പറ്റുമെങ്കിൽ കൂടെ ഹൈഡ്രജൻ ഉണ്ട് അല്ലേ, ഹൈഡ്രജൻ നമ്മളൊരു സ്റ്റാൻഡേർഡ് ആക്കി എടുക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ, ഇതിൻ്റെ മേലെ ഹൈഡ്രജൻ്റെ മേലെയുള്ള എലമെന്റ്സ്, ഫോർ എക്സാമ്പിൾ മെഗ്നീഷ്യം ആയിക്കോട്ടെ, ഹൈഡ്രോക്ലോറിക് ആസിഡായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാകും. അങ്ങനെയാകുമ്പോൾ ഹൈഡ്രജന്റെ മേലത്തെ ഏത് മെറ്റൽസും HCl ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാക്കും. ടിന്നുണ്ടാക്കും, നിക്കൽ ഉണ്ടാക്കും, അയൺ ഉണ്ടാക്കും, സിങ്ക് ഉണ്ടാക്കും. നിങ്ങൾ ഓൾറെഡി കണ്ടു, നേരത്തെ എക്സ്പെരിമെന്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അതേസമയം ഹൈഡ്രജന്റെ താഴെ കിടക്കുന്ന കോപ്പറോ സിൽവറോ ഗോൾഡോ HCl ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് ഗ്യാസ് ഉണ്ടാകൂല? ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാകൂല. ആ കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചോളൂ. ഇതാണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ്. ഇനി അപ്പം എനിക്ക് പറയാം, ഇലക്ട്രോ കെമിക്കൽ സീരീസ് ഓർ റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ദി അറേഞ്ച്മെന്റ് ഓഫ് മെറ്റൽസ് ഇൻ ദി ഡിക്രീസിങ് ഓർഡർ ഓഫ് ദെയർ ആക്ടിവിറ്റി എന്നോ അല്ലെങ്കിൽ റിയാക്ടിവിറ്റി എന്നോ പറയാം. ഈ ചാപ്റ്റർ പഠിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഇലക്ട്രോ കെമിക്കൽ സീരീസ് പഠിച്ചിരിക്കണം. ഒന്നുകിൽ ബൈ ഹാർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ടെക്നിക് കൂടി നിങ്ങൾ ഈ എലമെന്റിന്റെ അറേഞ്ച്മെന്റ്, ആ ഓർഡർ മനസ്സിലാക്കി വെക്കുക. എങ്കിൽ മാത്രമേ ഈ ചാപ്റ്റർ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ റിയാക്ടിവിറ്റി സീരീസ് അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ സീരീസ് ഉപയോഗിച്ചുകൊണ്ട് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനെ എങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. എന്താണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് അറിയോ? അതായത് ഒരാളെ മാറ്റി വേറൊരാൾ വരിക, അതിന് നമ്മൾ പറയാം ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയാം. അത് എന്ത് എക്സാമ്പിൾസ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായിക്കോളൂ കേട്ടോ. ഒരു പാത്രത്തിൽ നിങ്ങൾ കുറച്ച് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുക്കുക. അതിന് ബ്ലൂ കളറാണ് കോപ്പർ സൾഫേറ്റിന്. അതിലേക്കൊരു സിങ്ക് റോഡ് ഡിപ്പ് ചെയ്യുക. എന്താണ് സംഭവിക്കുന്നത് എന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നോക്കാം. ആദ്യം കോപ്പർ അവസ്ഥ എങ്ങനെയാണ് ഉണ്ടാവുക? കുറച്ച് സമയം കഴിയുമ്പോൾ ഇങ്ങനെയായിട്ട് മാറും. റെഡി? കുറച്ചും കൂടി സമയം കഴിഞ്ഞാൽ ഇങ്ങനെയായിട്ട് മാറി, അതും പിന്നെയും സമയം കഴിയുമ്പോൾ ഈ ഒരു അവസ്ഥയായിട്ട് മാറും. എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയേ? ഞങ്ങളോട് പറഞ്ഞ കോപ്പർ സൾഫേറ്റിന് ബ്ലൂ കളറാണ് അല്ലേ. ആദ്യം കോപ്പർ സൾഫേറ്റിന് നല്ല ബ്ലൂ കളർ ഉണ്ട്. ബ്ലൂ കളർ ഫെയ്ഡ് ചെയ്തു, എഗൈൻ ഫെയ്ഡ് ചെയ്തു, പിന്നെയും ഫെയ്ഡ് ചെയ്തു. കുറേ നേരം കഴിയുമ്പോഴത്തേക്ക് കളർലെസ് ആയിട്ട് മാറും. ഇത് സിങ്ക് റോഡാണേ. ഈ സിങ്ക് റോഡ് ആദ്യം നല്ല തടി ഉണ്ടായിരുന്നു, കുറച്ച് മെലിഞ്ഞു പോയി, പിന്നെയും മെലിഞ്ഞു പോയി, ഇപ്പം നന്നായിട്ട് മെലിഞ്ഞിട്ടുണ്ട് അല്ലേ. ഇവിടെ തൊട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിൻ്റെ മേലെ ഒരു മഞ്ഞ കളറിൽ എന്തോ ഉണ്ടായിട്ടുണ്ട്, ഒരു കുരു പോലെ ഉണ്ടായിട്ടുണ്ട്. വാട്ട് ഈസ് എന്നുള്ള കാര്യം നോക്കാം. നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ എന്താ സംഭവിക്കുന്നത് അറിയോ? ഈ സിങ്ക് റോഡ് ആരുമായിട്ട് റിയാക്ട് ചെയ്യുമെന്ന് അറിയാം? കോപ്പർ സൾഫേറ്റുമായിട്ട് റിയാക്ട് ചെയ്യും. റിയാക്ട് ചെയ്തിട്ട് വാട്ട് യു ഗെറ്റ്? സിങ്ക് സൾഫേറ്റും അതേപോലെ തന്നെ കോപ്പറും കിട്ടും. സിങ്കിന് കളറില്ല, കാര്യമായിട്ട് കളറൊന്നുമില്ല. കോപ്പർ സൾഫേറ്റിന് എന്ത് കളറാ? ബ്ലൂ കളറാ. ഇയാളുടെ കളർ എന്താണെന്ന് അറിയോ? ഇതും കളർലെസ് ആണ്, ഇത് കളറില്ല. അങ്ങനെയാകുമ്പോൾ
ഈ കോപ്പർ സൾഫേറ്റിനെ മാറ്റി സിങ്ക് സൾഫേറ്റ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടുത്തെ കളർ ഫെയ്ഡ് ആവില്ലടോ. ദാറ്റ് ഈസ് വൈ ദിസ് കളർ ഈസ് ഫെയ്ഡിങ്. ദാറ്റ് ഈസ് സിങ്ക് സൾഫേറ്റ് ഫോം ചെയ്യുന്നുണ്ട് ഇവിടെ. കോപ്പർ സൾഫേറ്റിനെ മാറ്റി സിങ്ക് സൾഫേറ്റ് ആയിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ആര് ഫ്രീ ആവുന്നുണ്ട്? കോപ്പർ ഫ്രീ ആവുന്നുണ്ട്. ആ കോപ്പറാണ് ഇതിന്റെ മേലെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവുക. ഈ കോപ്പർ ഇവിടെ ഇങ്ങനെ ഇതിന്റെ മേലെ ഇങ്ങനെ ഒട്ടി, ഈ മഞ്ഞ കളറുള്ള സംഭവങ്ങളുണ്ടല്ലോ, ഇതൊക്കെ കോപ്പറാണ്. ഇനി നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിങ്ങനെ മെലിഞ്ഞു വരുന്നുണ്ട് അല്ലേ? എന്തുകൊണ്ടാ? സിങ്ക് സൾഫേറ്റ് ആയിട്ട് സൊല്യൂഷനിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ സിങ്ക് ഇങ്ങനെ തീർന്നുകൊണ്ടേയിരിക്കും, സിങ്ക് ഇങ്ങനെ സൊല്യൂഷനിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ സിങ്ക് ഇങ്ങനെ മെലിഞ്ഞ് വരും. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. നീ കാണാൻ പറ്റും ഇവിടെ ഒരാളെ ഈ കോപ്പറിനെ ചവിട്ടി മാറ്റി ആര് വരുന്നു? സിങ്ക് വരുന്നു. അപ്പോൾ ഒരാളെ ചവിട്ടി മാറ്റി വേറൊരാൾ വരുന്ന കെമിക്കൽ റിയാക്ഷനെ നമ്മൾ കെമിസ്ട്രി പറഞ്ഞ പേരാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയാം. ഇനി ആരെയാണ് ചവിട്ടി മാറ്റാൻ പറ്റുക? നിങ്ങൾ ഇപ്പം മനസ്സിലാക്കുക, നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ മേലെയുള്ള ആൾക്ക് താഴെ ചവിട്ടി മാറ്റാൻ പറ്റും. അതായത് ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സിങ്കിന്റെയും കോപ്പറിന്റെയും സ്ഥാനം നോക്കി നോക്കാം. സിങ്ക് മേലെ ഉണ്ടാവും കേട്ടോ, കോപ്പർ താഴത്തുള്ളത്. അങ്ങനെയാകുമ്പോൾ മേലെ കിടക്കുന്ന സിങ്കിന് കോപ്പറിനെ ചവിട്ടി മാറ്റാൻ പറ്റും. അതേസമയം ഒരാൾ കെമിക്കൽ റിയാക്ഷൻ ഇങ്ങനെ എഴുതുക, ദാറ്റ് ഈസ് അതായത് സിങ്ക് സൾഫേറ്റ് പ്ലസ് ഇവിടെ സിങ്ക് സൾഫേറ്റ് കോപ്പർ പ്ലസ് സിങ്ക് സൾഫേറ്റ് എന്നൊരു കെമിക്കൽ റിയാക്ഷൻ എഴുതുക. ഹിയർ ദർ വിൽ ബി നോ കെമിക്കൽ റിയാക്ഷൻ. കാരണം കോപ്പർ താഴത്ത ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ, സിങ്ക് മേലിയ, ദർ വിൽ ബി നോ കെമിക്കൽ റിയാക്ഷൻ. ഇത്ര മാത്രമേ നിങ്ങൾ ഓർത്തുകൊണ്ടുള്ളൂ. മേലെ കിടക്കുന്ന ഒരാൾക്ക് താഴെ ചവിടുത്ത് മാറ്റാൻ പറ്റും. ഒരു കാര്യം നോക്കാം, ഇവിടെ സിങ്കിന് ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ട്, അത് 0. മെറ്റൽസ് അതായത് എലമെന്റിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അതിന്റെ എലമെന്റൽ ഫോമിൽ 0 ആയിരിക്കും. SO4 ഒരു ചാർജ് ഉണ്ട്, അത് നിങ്ങളങ്ങ് ബൈ ഹാർട്ട് പഠിക്കുക തൽക്കാലത്തേക്ക്. SO4 2- അതേപോലെ തന്നെ NO3 ചാർജ് -1 ആട്ടാ, മനസ്സിലാക്കി വെച്ചോളെ. അതേപോലെ തന്നെ CO3 ചാർജ് 2- പിന്നെ Cl ഒക്കെ ചാർജ് നിങ്ങൾക്ക് അറിയാം, -1 ഒക്കെ അല്ലേ, അറിയാം. അപ്പൊ ഇയാൾക്ക് 2- ആണെങ്കിൽ ഇയാൾക്ക് +2 വേണ്ടി. ഇനി ഇവിടെയും SO4 ഉണ്ട്, അതിന്റെ ചാർജ് എത്രയാ? 2-. ഇയാൾക്ക് എത്രയാ ചാർജ്? +2 അല്ലെ. ഈ കോപ്പറിന്റെ ചാർജ് 0 ആയിരിക്കും, കാരണം എലമെന്റിലാണ്. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും 0 ചാർജിൽ നിന്ന് +2 പോകുന്നു ഇയാള്. റെഡി? ഇയാള് +2 ചാർജിൽ നിന്ന് എത്രയിലേക്കാണ് പോകുന്നത്? 0 പോകുന്നു. ഇവിടെ നിങ്ങൾ നോക്ക്, 0 നിന്ന് +2 പോവാൻ മീൻസ് ചാർജ് കൂടുകയല്ലേ ചെയ്തിരിക്കുന്നത്. ചാർജ് കൂടുന്നതിന് പറയുന്ന പേരാണ് വി കോൾ ഇറ്റ് ആസ് എന്താ പറയാ? ഓക്സിഡേഷൻ എന്നാ പറയാ. +2 നിന്ന് 0 പോകുന്നു, അപ്പൊ ചാർജ് കുറയുന്നു, അതിന്റെ പേരാണ് വി കോൾ ഇറ്റ് ആസ് എന്താ പറയാ? റിഡക്ഷൻ എന്നും പറയും. അങ്ങനെയാകുമ്പോൾ ഇവിടെ ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്, റിഡക്ഷൻ നടക്കുന്നുണ്ട്. അത്തരം ടൈപ്പ് ഓഫ് റിയാക്ഷനെ ജനറലി നമ്മൾ പറയുന്ന പേരാണ് റിഡോക്സ് റിയാക്ഷൻ എന്നല്ലോ പറയാം. ദെർഫോർ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ റിഡോക്സ് റിയാക്ഷന് മറ്റൊരു റിഡോക്സ് റിയാക്ഷനുള്ള ഒരു എക്സാമ്പിൾ ആണെന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി നോക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് നോക്കാം. വിച്ച് ഈസ് ദ മെറ്റൽ ദാറ്റ് ഗെറ്റ് ഡിസ്പ്ലേസ്ഡ് ഹിയർ? ആരവിടെ ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്നത്? ദാറ്റ് ഈസ് കോപ്പർ ആണ് ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്നത് അല്ലെ, കോപ്പറിനെയാണ് മാറ്റപ്പെടുന്നത് അല്ലെ. വിച്ച് ഈസ് മോർ റിയാക്റ്റീവ്, സിങ്ക് ഓർ കോപ്പർ? ആരാ മോർ റിയാക്റ്റീവ്? സിങ്ക് അല്ലേ, നിങ്ങൾക്കറിയാം ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ മേലെയുള്ള ആളാണ് മോർ റിയാക്റ്റീവ്. സിങ്ക് ആണ് മേലെ കിടക്കുന്നത്, കോപ്പർ താഴെയാ. On the basis of position of zinc and copper, can you explain why copper had been displaced? അതിന്റെ കാരണം ഇത്ര മാത്രമേ ഉള്ളൂ, സിങ്ക് ഈസ് മോർ റിയാക്റ്റീവ് തേൻ ആരെ? കോപ്പറിനേക്കാൾ. അത് തന്നെയാണ് അതിന്റെ ഉത്തരം. ഇനി മറ്റൊരു എക്സാമ്പിൾ കൂടെ നോക്കാം. ടെക്സ്റ്റ് ബുക്ക് പറഞ്ഞ എക്സാമ്പിൾ ആണ്. കോപ്പർ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനിൽ വെക്കുക. അപ്പം കോപ്പർ ഉണ്ട്, സിൽവർ ഉണ്ട്. നോക്കടാ, കോപ്പർ ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ മേലത്താള, സിൽവർ താഴത്താള. അങ്ങനെയാകുമ്പോൾ ഈ മേലത്താക്ക് താഴത്താള ചവിട്ടി തെറിപ്പിക്കാൻ പറ്റൂലേ? ഡെഫിനറ്റ്ലി. അപ്പോൾ കെമിക്കൽ റിയാക്ഷൻ അവിടെ നടക്കും. എന്താ സംഭവിക്കുമെന്ന് അറിയാം? Cu+ ആരുമായിട്ട് റിയാക്ട് ചെയ്യും? AgNO3 ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് CuNO3 എന്താ ഉണ്ടാവുക? Ag ആയിട്ട് മാറും. Agനെ ചവിട്ടി തെറിപ്പിക്കും. കോപ്പർ മേലെ ഇലക്ട്രോ കെമിക്കൽ സീരീസിലുള്ള അല്ലേ. ഇതിന്റെ ചാർജ് നോക്കാം. Cuക്ക് പ്ലസ് ചാർജ് ആണ്, Agക്ക് +1 ചാർജ് ആണ്, NO3ക്ക് എത്ര ചാർജാ? -1 ചാർജാ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, കോപ്പർ സാധാരണ +2 ചാർജിലാണ് കാണിക്കുക. അപ്പം NO3ക്ക് -1, Agക്ക് +1 അല്ലേ. അങ്ങനെ ആകുമ്പോൾ ഈ +2നെ സാറ്റിസ്ഫൈ ചെയ്യാൻ എത്ര NO3 വേണം? 2 NO3 വേണം. ദോഫോ CuNO3 ട്വൈസ് ആയിരിക്കും, Ag ആയിരിക്കും. അപ്പോൾ ഇത് ബാലൻസ് ചെയ്യുമ്പോൾ 2 AgNO3 വേണ്ടി വരും അല്ലേ. ഒരു NO3 അല്ലേ ഇവിടെ ഉള്ളൂ, അപ്പോൾ 2 NO3 ഇവിടെ ഉണ്ട്. ഇത് 2 Ag ആയിട്ട് മാറും. ഇതാണ് കെമിക്കൽ റിയാക്ഷൻ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 0 നിന്ന് +2 പോകുന്നു. അതിന് പറഞ്ഞ പേരല്ലേ ഓക്സിഡേഷൻ എന്ന് പറയാം. +1 നിന്ന് 0 പോകുന്നത്. Agയുടെ ചാർജ് 0 ആയിരിക്കും കേട്ടോ, മെറ്റൽസിന്റെ 0 ആയിരിക്കും. അപ്പൊ റിഡക്ഷൻ ഉണ്ട്. അപ്പൊ ഇത് റിഡോക്സ് റിയാക്ഷൻ അല്ലേ. അപ്പൊ ജനറലി എനിക്ക് പറയാം ഇലക്ട്രോ കെമിക്കൽ സീരീസിലെ മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ മേലെ കിടക്കുന്ന ആളെ എപ്പോഴും ഓക്സിഡേഷനിലാണ് പങ്കെടുക്കുക,
താഴെ കിടക്കുന്ന ആളെ എപ്പോഴും എന്തിലാ പങ്കെടുക്കുക? റിഡക്ഷനിലായിരിക്കും പങ്കെടുക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനെ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് വിടറോ? ദാറ്റ് ഈസ് മെറ്റൽ ഹാവിംഗ് ഹൈ റിയാക്ടിവിറ്റി displaces the metal having less reactivity from their salt solution. ഇങ്ങനെ ഡിഫൈൻ ചെയ്യുക അല്ലെ. അല്ലെങ്കിൽ ഇലക്ട്രോകെമിക്കൽ സീരീസിലെ താഴത്തെ എലമെന്റ്സുകൾ എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഹയർ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് ഗെറ്റ് ഓക്സിഡൈസ്ഡ്, അല്ലെങ്കിൽ ഓക്സിഡേഷനിൽ പങ്കെടുക്കും. ഹയർ റിയാക്റ്റീവ് മേലത്താളാണ്. ലെസ് റിയാക്റ്റീവ് മെറ്റൽസ് ഗെറ്റ് റെഡ്യൂസ്ഡ്. ദ റിയാക്ഷൻ ഈസ് ഓൾസോ നോൺ ആസ് റിഡോക്സ് റിയാക്ഷൻ. ഈ കാര്യം കൂടി നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള ഈ ടേബിൾ എങ്ങനെ ഫിൽ ചെയ്യാൻ നോക്കാം. മെറ്റൽ സൊല്യൂഷന് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ഓർ നോട്ട്, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യം നമ്മൾ അല്ലേ. അങ്ങനെയാകുമ്പോൾ ഇത് ആൻസർ ചെയ്യണമെങ്കിൽ നമുക്ക് ആരുടെ സഹായം വേണം? ഇലക്ട്രോ കെമിക്കൽ സീരീസിന്റെ സഹായം വേണം. അപ്പം നമുക്ക് ഇലക്ട്രോ കെമിക്കൽ സീരീസിനെ വിളിക്കാം. അപ്പോൾ ഇലക്ട്രോ കെമിക്കൽ സീരീസ് വന്നു കഴിഞ്ഞു. പരീക്ഷയ്ക്ക് ഇത് വരില്ലേ? ഇത് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണേ. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫസ്റ്റില് മെഗ്നീഷ്യം പ്ലസ് CuSO4. നിങ്ങൾ നോക്കേണ്ട കാര്യം ഇതാണ്, മെഗ്നീഷ്യം ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ ഇവിടെയാണ് കിടക്കുന്നത് അല്ലേ. കോപ്പർ എവിടെയുള്ളത്? കോപ്പർ ഇവിടെയുള്ളത്. അപ്പം നോക്കുക, മെഗ്നീഷ്യം മേല, കോപ്പർ താഴെയല്ലൂടെ ഉള്ളത്. അപ്പം മേലെയുള്ള മെഗ്നീഷ്യത്തിന് കോപ്പറിനെ ചവിട്ടി മാറ്റാൻ പറ്റും. Therefore there will be displacement reaction. ഇനി Ag പ്ലസ് CuSO4, Ag ഇവിടെയാണ് കിടക്കുന്നത്, കോപ്പർ ഇവിടെയാ. Ag താഴെയാ, കോപ്പർ മേലെയാ. There will be no chemical reactions. Mg പ്ലസ് ZnSO4, ഇതാ Mg ഇവിടെയുള്ളത്. സിങ്ക് സിങ്ക് ഇവിടെയുള്ളത്. അപ്പം Mgയുടെ താഴെ സിങ്കുള്ള ദർ വിൽ ബി കെമിക്കൽ റിയാക്ഷൻ. ഇങ്ങനെ നിങ്ങൾ ഓരോന്നിനും ചെയ്ത് നോക്കുക, കിട്ടുന്നുണ്ടോ നോക്കൂട്ടാ. ഇത് AgNO3 ആണ്. ഓരോന്നും ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും ഈ പറഞ്ഞിരിക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനെ പറ്റിയിട്ടുള്ള ഫുൾ ഏകദേശം ഐഡിയ നമുക്ക് കിട്ടും. ഇതോടുകൂടി ചാപ്റ്ററിന്റെ പകുതി ഭാഗം കംപ്ലീറ്റ് ആയി. നമ്മുടെ ചാപ്റ്ററിന്റെ പകുതിയായി. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗാൽവാനിക് സെല്ല്, വോൾട്ടേക് സെൽ, VOLTAIC, വോൾട്ടേക് സെൽ അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ സെൽ എന്നാ പറയാം. എന്താണ് ഈ സംഭവം നോക്കാം. വളരെ സിമ്പിളാണ് കാര്യം കേട്ടോ. രണ്ട് പാത്രം എടുത്തു. ഒരു പാത്രത്തിൽ നിങ്ങൾ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ നിറക്കുക. സിങ്ക് സൾഫേറ്റ് സൊല്യൂഷന് കളറില്ല കേട്ടോ. റെഡ് കളറൊന്നും ഇല്ലേ? കളറില്ലാത്ത ഒരു കളർലെസ് പച്ചവെള്ളം പോലത്തെ ഒരു സാധനമാണ് സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ. മനസ്സിലാക്കി വെക്കുക. അതിലൊരു സിങ്ക് റോഡ് നമ്മളിങ്ങനെ മുക്കി വെക്കുക കേട്ടോ. സിങ്ക് റോഡ് മുക്കി വെക്കുക. അതേപോലെ തന്നെ ഈ പാത്രത്തിൽ നിങ്ങൾ കോപ്പർ സൾഫേറ്റ് എടുത്തിരിക്കുന്നത്. കോപ്പർ സൾഫേറ്റിന്റെ കളർ ബ്ലൂ കളറാ, അതാ ബ്ലൂ തന്നെയാ. ഓക്കെയാ. അതിലൊരു കോപ്പർ റോഡ് മുക്കി വെക്കുക. റൈറ്റ്. എന്നിട്ട് ഇത് രണ്ടിനെയും നമ്മൾ ഒരു ബൾബ് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ രണ്ടിനെയും നമ്മളൊരു വയർ ഉപയോഗിച്ചുകൊണ്ട് കണക്ട് ചെയ്യുക. അതിൻ്റെ സെൻട്രൽ നിങ്ങളൊരു ബൾബും കൊടുക്കുക. These two solutions are again connected by ഒരു യൂട്യൂബ് ഉണ്ടാവും. ഒരു യൂട്യൂബ് യു ഷേപ്പിലുള്ള ഒരു ട്യൂബ്. റൈറ്റ്. ആ യൂട്യൂബിന് പറഞ്ഞ പേരാണ് വി കോൾഡ് ആസ് സാൾട്ട് ബ്രിഡ്ജ് എന്നാ പറയാ. ആ സാൾട്ട് ബ്രിഡ്ജിൽ ഇഷ്ടം പോലെ ദാറ്റ് ഈസ് അഗർ എന്ന് പറയുന്ന ഒരു ജെല്ലി ആയിട്ടുള്ള വസ്തുവും കൂടാതെ പൊട്ടാസ്യം ക്ലോറൈഡ്, പൊട്ടാസ്യം നൈട്രേറ്റ് പോലത്തെ ചില അമോണിയം ക്ലോറൈഡ് പോലത്തെ ചില അയോണിക് കോമ്പൗണ്ടുകൾ മിക്സ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫങ്ഷൻ ആക്ച്വലി ടു മെയിൻറ്റെയിൻസ് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ആണ്. പക്ഷേ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് നിങ്ങൾ ഇപ്പം പഠിക്കേണ്ട, ഹയർ ക്ലാസ് പഠിച്ചാൽ മതി. തൽക്കാലത്ത് ഒരു കാര്യം പറഞ്ഞു വെച്ചാൽ മതി, രണ്ട് സൊല്യൂഷൻ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു എന്താ പറയുക, വി കോൾഡ് സാൾട്ട് ബ്രിഡ്ജ് ഉണ്ട് എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ എന്താ മതി ഓർത്ത് വെച്ചാൽ മതി. സാൾട്ട് ബ്രിഡ്ജ് ഉണ്ട്. ഓക്കെ, തൽക്കാലത്ത് ഇത് നമ്മളെ വിട്ടേക്കാം. റെഡി? നിങ്ങൾക്ക് കാണാൻ പറ്റും കുറച്ചു നേരം കഴിയുമ്പം സിങ്ക് റോഡ് സിങ്ക് സൾഫേറ്റിൽ മുക്കി വെച്ചിട്ടുണ്ട്, കോപ്പർ റോഡ് കോപ്പർ സൾഫേറ്റിൽ മുക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടുത്തെ ഈ ബൾബ് ഗ്ലോ ചെയ്യാൻ തുടങ്ങും, ബൾബ് കത്താൻ തുടങ്ങും. നിങ്ങൾ നോക്കുക, ബൾബ് കത്തണമെങ്കിൽ ഇവിടുന്ന് നടക്കുന്ന എന്തോ പ്രോസസ്സിൻ്റെ ഫലമായിട്ട് ഇവിടെ ഇലക്ട്രിക്കൽ എനർജി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വാട്ട് ഈസ് ഗാൽവാനിക് സെൽ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എൻ ഡിവൈസ് ഇൻ വിച്ച് ഇലക്ട്രിക്കൽ എനർജി ഈസ് ക്രിയേറ്റഡ്. ടെക്സ്റ്റ് ബുക്കിൽ ബൾബിന് പകരം വോൾട്ട് മീറ്റർ കാണാൻ പറ്റുക. വോൾട്ട് മീറ്റർ ആക്ച്വലി വോൾട്ടേജ് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് വോൾട്ട് മീറ്റർ. ഐ മീൻസ് വോൾട്ടേജ് ഇസ് അഗൈൻ ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നുണ്ടോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വോൾട്ട് മീറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത്. എനിവേ, ഗാൽവാനിക് സെൽ ഇസ് നത്തിങ് ബട്ട് ഇറ്റ് ഇസ് എ ഡിവൈസ് ഇൻ വിച്ച് ഇലക്ട്രിക്കൽ എനർജി ഈസ് ക്രിയേറ്റഡ്. എങ്ങനെയാണ് ഇവിടെ ഈ ബൾബ് കത്തുന്നത്? വെരി സിമ്പിൾ ആണ് കാര്യം. സിങ്ക് സൾഫേറ്റിൽ മുക്കി വെച്ചു, കോപ്പർ സൾഫേറ്റിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ what will happens that ഇവിടുത്തെ ഈ സിങ്ക് മെറ്റൽ ഉണ്ടല്ലോ,
ഈ സിങ്ക് റോഡ്, ഈ സിങ്ക് റോഡിന് സിങ്ക് Zn2 പ്ലസ് 2 ഇലക്ട്രോൺസ് ആയിട്ട് മാറും. അതായത് സിങ്ക് എന്ന് പറയുന്ന മെറ്റല് ചേഞ്ചസ് ടു എന്തൊക്കെയായിട്ട് മാറും? Zn2 പ്ലസ് 2 ഇലക്ട്രോൺ ആയിട്ട് മാറും. സിങ്ക് തന്റെ 2 ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടും, എന്നിട്ട് Zn2 പ്ലസ് ആയിട്ട് മാറും. Zn2 പ്ലസ് ആയിട്ട് മാറിക്കഴിഞ്ഞിട്ട് ഇവൻ മെല്ലെ ഈ സൊല്യൂഷനിലേക്ക് ചാടും. ഈ Zn2 പ്ലസുകൾ ഈ സൊല്യൂഷനിലേക്ക് ചാടും. റൈറ്റ്, 2 ഇലക്ട്രോൺസ് ഉണ്ടായിട്ടില്ലല്ലോ ഇവിടെ. ആ 2 ഇലക്ട്രോൺസ് മെല്ലെ ഈ റോഡുമ കയറിയിട്ട് മൂവ് ചെയ്യും. റൈറ്റ്, മൂവ് ചെയ്തിട്ട് ഇങ്ങനെ പോകും. നിങ്ങൾക്കറിയാം ഇലക്ട്രോണിന്റെ മൂവ്മെന്റിനല്ലേ നമ്മൾ വൈദ്യുതി എന്ന് പറയാ. ദാറ്റ് മീൻസ് വൈദ്യുതി ഈസ് ക്രിയേറ്റഡ്, മീൻസ് ഇലക്ട്രിസിറ്റി ഈസ് ക്രിയേറ്റഡ്. ഇവിടെ ബൾബ് ഉണ്ടാവും. ഇവിടെ ഈ ബൾബിന്റെ ഫിലമെന്റ് കൂടി ഇലക്ട്രോൺസ് കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ബൾബ് പ്രകാശിക്കും. ദെൻ ദാറ്റ് 2 ഇലക്ട്രോൺസ് ഇവിടെ പോയി ഇങ്ങനെ കയറി വന്നിട്ട് ദെൻ കംസ് ഹിയർ, ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇവിടെ എത്തും. അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ 2 ഇലക്ട്രോൺസിനെ സ്വീകരിക്കാൻ ആള് വേണ്ടേ? നീ കാണാൻ പറ്റും ഈ കോപ്പർ സൾഫേറ്റിൽ Cu2 പ്ലസ് ഉണ്ട്. ഇത് മനസ്സിലാക്കിക്കോ, SO4 2- ആണുള്ളത്. Cu2 പ്ലസ് ആയിട്ടും SO4 2- ആയിട്ടാണ് നിലനിൽക്കുക. ആ 2 ഇലക്ട്രോൺസിനെ ആര് സ്വീകരിക്കും അറിയാ? നമ്മുടെ Cu2 പ്ലസ് സ്വീകരിച്ചിട്ട് എന്തായിട്ട് മാറും? Cu ആയിട്ട് മാറും. ഐ മീൻസ് ഈ കോപ്പർ സൾഫേറ്റിലുള്ള Cu2 പ്ലസ് ഇലക്ട്രോണിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ അടുത്തേക്ക് വരും. അപ്പൊ ഇലക്ട്രോൺ ഇവിടെ വരുന്നുണ്ടാ? ഇവിടെ വരുന്നുണ്ട് ഇലക്ട്രോണെ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ആ ഇലക്ട്രോണുകളെ Cu2 പ്ലസ് സ്വീകരിച്ചിട്ട് Cu ആയിട്ട് മാറും. ആ Cu ഞാൻ ഈ പറഞ്ഞ കോപ്പർ റോഡിന്റെ മേലെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുകയും ചെയ്യും. ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. സിങ്ക് റോഡിന്റെ മേൽ നിന്ന് സിങ്ക് ഇലക്ട്രോൺസിനെ നഷ്ടപ്പെട്ടിട്ട് Zn2 പ്ലസ് ആയിട്ട് സൊല്യൂഷനിലേക്ക് പോകും. ആ നഷ്ടപ്പെടുന്ന ഇലക്ട്രോൺസുകൾ ഈ റോഡുമ കയറിയിട്ട് ഇവിടെ മൂവ് ചെയ്തിട്ട് ഇവിടെ ബൾബ് പ്രകാശിപ്പിച്ച് ഇവിടെ എത്തി ആ 2 ഇലക്ട്രോൺസുകളെ കോപ്പർ സൾഫേറ്റിലുള്ള Cu2 പ്ലസ് സ്വീകരിച്ചിട്ട് കോപ്പർ ആയിട്ട് മാറും. ഇതാണ് ഇവിടെ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം അറ്റ് സിങ്ക് ഇലക്ട്രോഡ്, ഈ സിങ്ക് ഇലക്ട്രോഡിൽ സംഭവിക്കുന്ന കെമിക്കൽ റിയാക്ഷൻ എന്താണെന്ന് വെച്ചാൽ Zn 2 ഇലക്ട്രോൺസിനെ നഷ്ടപ്പെട്ടിട്ട് Zn2 പ്ലസ് ആയിട്ട് മാറും. റൈറ്റ്, ഇനി അടുത്തത് അറ്റ് എന്ത് ഇലക്ട്രോഡ്? കോപ്പർ ഇലക്ട്രോഡിൽ സംഭവിക്കുന്ന കാര്യം, അതായത് ഇവിടെ സംഭവിക്കുന്ന കാര്യം Cu2 പ്ലസ് 2 ഇലക്ട്രോൺസിനെ സ്വീകരിച്ചിട്ട് എന്തായിട്ട് മാറുക? Cu ആയിട്ട് മാറും. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഓക്സിഡേഷൻ റിഡക്ഷൻ. ഓക്സിഡേഷൻ ഈസ് നത്തിങ് ബട്ട് റിമൂവൽ ഓഫ് ഇലക്ട്രോൺസ്. അഡിഷൻ ഈസ് നത്തിങ് ബട്ട് അഡിഷൻ ഓഫ് ഇലക്ട്രോൺസ് ആണ്. സോറി, റിഡക്ഷൻ ഈസ് നത്തിങ് ബട്ട് അഡിഷൻ ഓഫ് ഇലക്ട്രോൺസ് ആണ്. പക്ഷെ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ള വഴി പറയാം. ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുകയാണെങ്കിൽ അതിന് പറയുക ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുക. ഓക്സിഡേഷൻ സ്റ്റേറ്റ് കുറയുകയാണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് റിഡക്ഷൻ എന്നാ പറയാം. മനസ്സിലായിട്ടുണ്ടാവില്ല. എല്ലായ്പ്പോഴും ഒരു എലമെന്റിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആയിരിക്കും. ഇവിടുത്തെ 0 ആട്ടോ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇവിടെ കോപ്പറിന് 0 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. നിങ്ങൾ നോക്ക്, 0 ഒന്ന് 2 പ്ലസിലേക്കാണ് ഇത് പോയിരിക്കുന്നത് അല്ലേ? 0 +2 പോയിരിക്കുന്നത്. +2 മീൻസ് ഇൻക്രീസ് അല്ലടോ. അപ്പൊ എനിക്ക് പറയാം ഈ കെമിക്കൽ റിയാക്ഷനെ നമുക്ക് എന്താ പറയാം? ഓക്സിഡേഷൻ എന്നാണ് നമ്മൾ പറയാം. അതായത് 0 ഒന്ന് +2 പോയതുകൊണ്ട്. അങ്ങനെയാകുമ്പോൾ ഇവിടെ നിങ്ങൾ നോക്ക്, ഇത് Cu2 പ്ലസ് ആണല്ലേ? 2 പ്ലസ് ആ. എത്രയിലേക്കാ പോയിരിക്കുന്നത്? Cu2 പ്ലസ് 0 പോയിരിക്കുന്നത്. റൈറ്റ്, ചാർജ് കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. ചാർജ് കുറയുകയാണെങ്കിൽ അത് +2 കുറവല്ലേ 0? അങ്ങനെയാ വി കോൾ ഇറ്റ് ആസ്, ഇതിന്റെ പേരെന്താ? റിഡക്ഷൻ എന്നാ പറയാം. വി കോൾ ഇറ്റ് ആസ് റിഡക്ഷൻ എന്നും പറയും. ദാറ്റ് ഈസ് റിഡക്ഷൻ എന്നും പറയും. റെഡി? അങ്ങനെയാകുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലായിക്കോ, എപ്പോഴും ഇലക്ട്രോ കെമിസ്ട്രി പഠിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലായിക്കോ, ഓക്സിഡേഷൻ നടക്കുന്ന ഇലക്ട്രോഡിന് പറയുന്ന പേരാണ് വി കോൾ ഇറ്റ് ആസ്, അതിന്റെ പേരെന്തെന്നാ? ആനോഡ് എന്നാണ് പറയാം. അതേസമയം റിഡക്ഷൻ നടക്കുന്ന ഇലക്ട്രോഡിന് പറയുന്ന പേരാണ് വി കോൾ ഇറ്റ് ആസ് എന്തെന്നും പറയും? കാഥോഡ് എന്നും പറയും. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സിങ്കിന്റെ മേലെല്ലോ ഓക്സിഡേഷൻ നടന്നിരിക്കുന്നത്. അപ്പം ഇവിടുത്തെ സിങ്ക് അപ്പം ആരാണ്? ആനോഡാണ്. കോപ്പർ ആരാണ്? ദാറ്റ് ഈസ് കാഥോഡും ആണ്. കോപ്പർ കാഥോഡും ആയിരിക്കും. ശ്രദ്ധിച്ചേക്കാം. ഇനി ഇവിടുത്തെ നെറ്റ് റിയാക്ഷൻ നോക്കണം. സിങ്ക് Zn2 പ്ലസ് 2 ഇലക്ട്രോൺ ആയിട്ട് മാറി. ആനോഡിൽ Cu2 പ്ലസ് 2 ഇലക്ട്രോൺസ് ഗിവ്സ് Cu ആയിട്ട് മാറി. ഇവിടുത്തെ നെറ്റ് റിയാക്ഷൻ മീൻസ് ഈ LHS ഭാഗവും കൂട്ടുക, RHS ഭാഗവും നമ്മൾ ആഡ് ചെയ്യുമ്പോൾ LHS ഉണ്ടാവുക മേലെ ആരുണ്ട്? Zn ഉണ്ട് അല്ലേ? Zn പ്ലസ്
പിന്നെ ആരൊക്കെയുള്ളതെന്ന് അറിയാം. അപ്പോൾ Zn ഉണ്ട് ഇവിടുത്തെ. നെക്സ്റ്റ് Cu2+ ഉണ്ട്. റെഡി? ഇതുണ്ട്. പ്ലസ് 2 ഇലക്ട്രോൺ ഉണ്ട്. ഇതാ ഗിവ്സ് എന്തൊക്കെയായിട്ട് മാറുന്ന Zn2+ ഉണ്ട്. ഇതാ Zn2+ ഉണ്ട് ഇവിടെ. ഇപ്പൊ RHS ഭാഗമാണ് Zn2+. പ്ലസ് 2 ഇലക്ട്രോൺസ് പിന്നെ ഇവിടെ വന്നിട്ടുണ്ട്. പ്ലസ് Cu ഇത് കൂട്ടാം. റൈറ്റ്? 2 ഇലക്ട്രോൺ ഇവിടെയുണ്ട്, 2 ഇലക്ട്രോൺ ഇവിടെയുണ്ട് അല്ലേ? ഇത് വെട്ടിപ്പോട്ടെ. സോ ഫൈനലി യു വിൽ ഗെറ്റ് Zn പ്ലസ് Cu2+ ഗിവ്സ് Zn2+ പ്ലസ് Cu ആണ്. കാര്യം കൂടി ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ആനോഡ് എന്നല്ലേ നമ്മൾ പറഞ്ഞ സിങ്ക് ഇലക്ട്രോഡ് ആനോഡ് എന്നാ പറഞ്ഞ അല്ലേ? ഇത് കാഥോഡാണ്. കോപ്പർ ഇലക്ട്രോഡ് കാഥോഡാണ്. ഈ സിങ്ക് ഇലക്ട്രോഡിന്റെ മേലെ ഇഷ്ടംപോലെ ഇലക്ട്രോൺ ഉണ്ടാവും. കാരണം സിങ്ക് Zn2+ പ്ലസ് 2 ഇലക്ട്രോൺ ആയിട്ട് മാറുന്നു. അങ്ങനെ ഉണ്ടാകുന്ന 2 ഇലക്ട്രോൺസ് ഇതിന്റെ മേലെ റോഡുമൊക്കെ ഇങ്ങോട്ടേക്ക് മൂവിക്കൊണ്ടിരിക്കുക. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ റോഡിന്റെ മേലെ നിങ്ങൾ എപ്പോൾ നോക്കുമ്പോൾ ഇഷ്ടംപോലെ ഇലക്ട്രോൺ ഉണ്ടാവും. ഇലക്ട്രോണിന്റെ ചാർജ് എന്തെന്നാ? നെഗറ്റീവ് ചാർജാ. അപ്പൊ നിങ്ങൾ മനസ്സിലായിക്കോ, ഇലക്ട്രോ കെമിക്കൽ സെല്ലിലാണ് ആനോഡിന് എപ്പോഴും എന്ത് ചാർജ് ആയിരിക്കും? നെഗറ്റീവ് ചാർജ് ആയിരിക്കും. അതുപോലെ ഈ 2 ഇലക്ട്രോൺസ് ഇവിടെ മൂവ് ചെയ്തിട്ട് ഇവിടെ എത്തും അല്ലേ? ആ 2 ഇലക്ട്രോൺസിനെ സ്വീകരിക്കാൻ Cu2+ വരും. അപ്പൊ ഈ റോഡിന്റെ ചുറ്റിലും ഇഷ്ടം പോലെ Cu2+ ഉണ്ടാവും. അങ്ങനെയാകുമ്പോൾ ഇവിടുത്തെ ഒരു നെറ്റ് ചാർജ്, ഇപ്പൊ 2 ഇലക്ട്രോൺസ് അവിടെ വരുന്നതെങ്കിലും ആ 2 ഇലക്ട്രോൺസിനെ സ്വീകരിക്കാൻ ആയിരക്കണക്കിന് Cu2+ വരും. ഓരോന്നോരോന്നായിട്ട് റിമൂവ് ചെയ്യപ്പെടുക. അങ്ങനെയാകുമ്പോൾ ഈ Cu2 ഈ ഇലക്ട്രോണിന്റെ ചുറ്റിലും നിങ്ങൾക്ക് എന്ത് ചാർജാ കാണാൻ പറ്റുക? നെഗറ്റീവ് ചാർജ് ആയിരിക്കോ പോസിറ്റീവ് ചാർജ് ആയിരിക്കോ? Therefore we can see that it is positive charge. ഒരു കാര്യം ഓർത്ത് നോക്കുക, ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ അല്ലെങ്കിൽ ഗാൽവനിക് സെല്ലിൽ ആനോഡിന് നെഗറ്റീവ് ചാർജ് ആയിരിക്കും, കാഥോഡിന് പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ഇങ്ങനെയായിരിക്കില്ല. ഞാൻ അടുത്തൊരു സെല്ല് പറയും, ആ സമയത്ത് ഇങ്ങനെയല്ല കാര്യങ്ങൾ, ചെറിയൊരു മാറ്റം അവിടെ ഉണ്ടാവും. പക്ഷെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഒരു കാര്യം ചോദിക്കും, ഇപ്പൊ സിങ്ക് കോപ്പറിലൊക്കെ മുക്കി വെച്ചിട്ടുണ്ട് അല്ലേ? നിങ്ങൾ മാഷ് പറഞ്ഞു സിങ്കില് ഓക്സിഡേഷൻ ആണ് നടക്കുക, ആനോഡാണ് നടക്കുക, ആനോഡാണ് സിങ്ക്, ഇത് കാഥോഡാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതിന് നമുക്ക് മനസ്സിലായ മാഷെ എളുപ്പ വഴിയുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ആൾ പറയാണ്, നിങ്ങൾക്ക് തന്നിരിക്കുന്ന മെറ്റൽ റോഡുകൾ മെഗ്നീഷ്യവും ഉണ്ട്, അതേപോലെ തന്നെ അല്ലെങ്കിൽ മെഗ്നീഷ്യവും അയേൺ ആണ് ഉള്ളതെന്ന് വിചാരിക്കുക. മെഗ്നീഷ്യവും അയേൺ, അതായത് ഇവിടെ സിങ്കിന് പകരം മെഗ്നീഷ്യം കൊടുത്തു, പിന്നെ ഇതിന് പകരം ആരെ കൊടുക്കുക? അയേണിനെ കൊടുക്കുക. അപ്പൊ ആരായിരിക്കും ആനോഡ്, ആരായിരിക്കും കാഥോഡ് എന്നുള്ള കാര്യം വെരി സിമ്പിൾ ആണ്. നിങ്ങൾ ഇലക്ട്രോ കെമിക്കൽ സീരീസ് നോക്കുക. നിങ്ങൾ കാര്യം മനസ്സിലാക്കുക, ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന മെറ്റലിന്റെ സ്ഥാനം മേലെയാണെങ്കിൽ, മേല മീൻസ് മറ്റേ ആളെ കമ്പയർ ചെയ്യുമ്പോൾ മേലെയാണെങ്കിൽ അവൻ ആനോഡും താഴത്തവൻ കാഥോഡും ആയിരിക്കണം. നോക്ക്, തന്നത് മെഗ്നീഷ്യം അയൺ ആണ് അല്ലേ? മെഗ്നീഷ്യം ഇവിടെ കിടക്കുന്നത്, അയൺ ഇവിടെ കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാം ആ കേസിൽ മെഗ്നീഷ്യം ആയിരിക്കണം ആനോഡ്. അപ്പൊ അവിടുത്തെ റിയാക്ഷൻ ഷുഡ് ബി ജസ്റ്റ് ലൈക്ക് ദിസ് വേ. Mg give Mg2+ പ്ലസ് 2 ഇലക്ട്രോൺസ്. ഓക്സിഡേഷൻ ആനോഡ് നടക്കാൻ പാടുള്ളൂ. എപ്പോഴും ഓക്സിഡേഷൻ മാത്രമേ ആനോഡിൽ നടക്കാൻ പാടുള്ളൂ. ദാറ്റ് ഈസ് വി കോൾ ഇറ്റ് ആസ് അനോക്സ് എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനോക്സ്, ആനോഡിൽ ഓക്സിഡേഷൻ മാത്രമേ നടക്കാൻ പാടുള്ളൂ. Fe കേസ് ആകുമ്പോൾ ദാറ്റ് ഈസ് Fe2+ പ്ലസ് 2 ഇലക്ട്രോൺസ് ഗിവ്സ് എന്തായിട്ട് മാറും? Fe ആയിട്ട് മാറും. ഇത് റിഡക്ഷൻ അല്ലടോ. നമുക്ക് ഓർത്ത് നോക്കുക, കാർ ദാറ്റ് ഈസ് കാഥോഡിൽ എപ്പോഴും റിഡക്ഷൻ മാത്രമേ നടക്കാൻ പാടുള്ളൂ. ഇനി നിങ്ങൾക്ക് കിട്ടുന്ന കോമ്പിനേഷൻ വേറെ ആയിക്കോട്ടെ. ദാറ്റ് ഈസ് കോപ്പറും തരിക, Ag തരിക അല്ലെ? കോപ്പർ Ag തന്നിരിക്കാൻ. അങ്ങനെ ആവുമ്പോ കോപ്പറും Ag തരുന്നെങ്കിൽ ആരാ മേലെ കിടക്കുന്നത്? കോപ്പർ. താഴെ ആരാ? Ag. അപ്പൊ കോപ്പർ ഷുഡ് ബി ആനോഡ്, Ag ഷുഡ് ബി എന്തായിരിക്കണം? കാഥോഡാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു വസ്തു എപ്പോഴും കാഥോഡ് എപ്പോഴും ആനോഡ് ആയിരിക്കില്ല. മറ്റുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ആ വസ്തുക്കളെ നമ്മൾ കാഥോഡെന്നോ ആനോഡെന്നോ പറയുന്നത്. ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ താഴത്തവൻ കാഥോഡും മേളത്തവൻ ആനോഡും ആയിരിക്കും നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന കോമ്പിനേഷൻ. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് മനസ്സിലായിക്കോളും. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതിലേക്ക് പോകാം. ഇവിടെ പറയുന്നത് ഒരു കോപ്പർ റോഡുണ്ട്, അത് കോപ്പർ സൾഫേറ്റിൽ മുക്കി വെച്ചിട്ടുണ്ട്. സിൽവർ റോഡുണ്ട്, സിൽവർ നൈട്രേറ്റിൽ മുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ആരായിരിക്കും കാഥോഡ്, ആരായിരിക്കും ആനോഡ്? വാട്ട് ഈസ് ദി സെൽ റിയാക്ഷൻ എന്നാണ് ചോദ്യം. അപ്പൊ ഇത് ചെയ്യണമെങ്കിൽ ഞങ്ങളോട് പണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇലക്ട്രോ കെമിക്കൽ സീരീസിന്റെ സഹായം തേടണം. അപ്പൊ ഇലക്ട്രോ കെമിക്കൽ സീരീസ് വരട്ടെ. ദാറ്റ് ഈസ് ഇലക്ട്രോ കെമിക്കൽ സീരീസ് വന്നു. നമ്മുടെ കയ്യിൽ കോപ്പർ ഉണ്ട്, സിൽവർ ഉണ്ട് അല്ലെ? കോപ്പറിന്റെ സ്ഥാനം എവിടെയാണ് ഉള്ളത് അല്ലെ? സിൽവറിന്റെ സ്ഥാനം എവിടെയാണ് ഉള്ളത്? ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, മേലെ കിടക്കുന്നവൻ ആനോഡും താഴത്തവൻ കാഥോഡും ആയിരിക്കും അല്ലെ? അപ്പൊ ഈ കേസിൽ കോപ്പർ ആനോഡാണ്,
സിൽവർ കാഥോഡായിരിക്കണം. കോപ്പർ മേലെയുള്ളത്, സിൽവർ താഴെയുള്ളത്. അങ്ങനെയാകുമ്പോൾ ഇവിടുത്തെ കെമിക്കൽ റിയാക്ഷൻ, ആനോഡിൽ എപ്പോഴും എന്ത് റിയാക്ഷനാണ് നടക്കേണ്ടത്? ഓക്സിഡേഷൻ റിയാക്ഷനാണ്. ഇവിടുത്തെ കെമിക്കൽ റിയാക്ഷൻ എങ്ങനെയായിരിക്കും? അതായത് ഓക്സിഡേഷൻ ഈസ് നത്തിങ് ബട്ട് ഇലക്ട്രോണിനെ നഷ്ടപ്പെടുക മീൻസ് Cu ഗിവ്സ് Cu2++ എന്തായിട്ട് മാറണം? 2 ഇലക്ട്രോൺസ് ആയിട്ട് മാറണം. ഇനി ഇവിടെ നിങ്ങൾ നോക്കാം. അങ്ങനെയാകുമ്പോൾ ഈ കേസിൽ Cu2+ ആയിട്ട് മാറി. ഇത് Cu2+ ആയിട്ട് സൊല്യൂഷനിലേക്ക് പോയി 2 ഇലക്ട്രോൺസ് ഇവിടെ കയറി അല്ലേ? ഈ 2 ഇലക്ട്രോൺസ് ഇവിടെ ഇങ്ങനെ മൂവ് ചെയ്തിട്ട് ദാറ്റ് ഇസ് റീച്ചസ് ഹിയർ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ബൾബൊക്കെ ഗ്ലോ ചെയ്ത് ഇവിടെ എത്തും. അങ്ങനെയാകുമ്പോൾ ഈ 2 ഇലക്ട്രോൺസിനെ സ്വീകരിക്കാൻ ആര് വരണം? നമ്മുടെ AgNO3യിൽ കിടക്കുന്ന NO3യുടെ ചാർജ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത് ചാർജാ? -1 ചാർജാ. അപ്പൊ Agക്ക് +1 ചാർജാ. അങ്ങനെയാകുമ്പോൾ ഒരു പ്ലസിന് 1 ഇലക്ട്രോണിനല്ലോ സ്വീകരിക്കാൻ പറ്റൂ, പക്ഷെ 2 ഇലക്ട്രോൺസ് വരുന്നുണ്ട്. അപ്പൊ എത്ര Ag+ വേണ്ടി വരും? ദാറ്റ് ഈസ്, അപ്പൊ എനിക്ക് പറയാം അറ്റ് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? കാഥോഡില് യു ക്യാൻ സേ ദാറ്റ് 2 Ag+. എന്തുകൊണ്ടാണ് കാര്യം മനസ്സിലായോ? 2 Ag+ എന്ന് പറയാൻ കാരണം ഒരു Ag+ന് 1 ഇലക്ട്രോണിനെ സ്വീകരിക്കാൻ പറ്റുള്ളൂ, പക്ഷെ ഇവിടെ 2 ഇലക്ട്രോൺസ് വരുന്നുണ്ട് അല്ലെ? അതുകൊണ്ടാണ് 2 Ag++ എത്ര ഇലക്ട്രോണാ? 2 ഇലക്ട്രോണ് ഗിവ്സ് എന്തായിട്ട് മാറും? Ag ആയിട്ട് മാറും. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ. എത്ര Ag ഉണ്ടാവുക? 2 Ag ഉണ്ടാവും. അങ്ങനെയാകുമ്പോൾ ഇവിടുത്തെ ടോട്ടൽ റിയാക്ഷൻ ഇങ്ങനെ എഴുതി കൂടെ? ദാറ്റ് ഈസ് Cu, റൈറ്റ്? Cu പ്ലസ് നോക്കണേ 2 Ag+, ഓക്കെ, ദെൻ 2 ഇലക്ട്രോൺസ്. അതായത് ഈ ഭാഗം മൊത്തം നമ്മൾ ആഡ് ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടി. ഗിവ്സ് നെക്സ്റ്റ് Cu2+ 2 ഇലക്ട്രോൺസ് പ്ലസ് എത്ര Ag? 2 Ag. ഇങ്ങനെയും കിട്ടും. അങ്ങനെയാകുമ്പോൾ ഈ 2 ഇലക്ട്രോൺ വെട്ടിപ്പോവും. അപ്പോൾ ഫൈനൽ ആൻസർ Cu + 2 Ag+ ഗിവ്സ് Cu2++ 2 Ag. ഇതാണ് ഇതിന്റെ ആൻസർ. യു ഗെറ്റ് ദി ഐഡിയ? ഇനി ടെക്സ്റ്റ് ബുക്കിൽ മറ്റൊരു ചോദ്യമുണ്ട്. നിങ്ങൾക്ക് സിങ്ക്, അതേപോലെ തന്നെ കോപ്പർ, അതേപോലെ തന്നെ സിൽവർ 3 മെറ്റൽസ് തന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സെല്ലുകൾ ഏതൊക്കെയാണ്? അവിടെ ആനോഡ് ആയിരിക്കും, ആനോഡ് ആരായിരിക്കും, കാഥോഡ് ആരായിരിക്കും? നമുക്ക് ഉണ്ടാക്കാം. സിങ്കും കോപ്പർ ഉണ്ടാക്കാം, Agയും Cയും, AgZ ആണ്. ഇങ്ങനത്തെ 3 ഡിഫറെന്റ് കോമ്പിനേഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അല്ലേ? ഇതിലാരായിരിക്കും ആനോഡ്, ഇതിലാരായിരിക്കും കാഥോഡ്, ഇതിലാരായാലും ആനോഡ് കാഥോഡ് നിങ്ങൾ കണ്ടുപിടിക്കുക. എളുപ്പമാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇലക്ട്രോ കെമിക്കൽ സീരീസ് നോക്കിയാൽ അവിടെ ആനോഡിനെയും കാഥോഡിനെയും എളുപ്പത്തിൽ പ്രെഡിക്റ്റ് ചെയ്യാം. മേലെയുള്ളവൻ ആനോഡ്, താഴെയുള്ളവൻ കാഥോഡ്. മനസ്സിലാക്കി വെക്കാം. അടുത്തതാണ് ഇലക്ട്രോലിറ്റിക് സെല്ല്. ഒരു കാര്യം ചെയ്യാം, ഇതൊരു ബാറ്ററി ആട്ടാ. ഇത് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിനെ കാണിക്കാൻ വേണ്ടി നമ്മൾ ചെറിയ വര വരക്കുക. ഇത് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലാണ്, അത് വലിയ വരയും വരക്കും. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ. ഇവിടെ ഇങ്ങനെ എടുപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ദണ്ട് ഉണ്ട്, ഇവിടെ ദണ്ട് മീൻസ് റോഡ്, മെറ്റൽ റോഡ്, ഒരു മെറ്റൽ റോഡ് ഉണ്ട്. എന്തായാലും കുഴപ്പമില്ല, പ്ലാറ്റിനോ എന്തെങ്കിലും കുഴപ്പമില്ല, അതിൽ കൂടി വൈദ്യുതി കടന്നു പോകും. ഇവിടെ ഒരു ബൾബ് ഉണ്ട്, ഇവിടെ ഒരു മെറ്റൽ റോഡ് ഉണ്ട്. എൻ്റെ ചോദ്യം ഇതാണ്, ഈ ബൾബ് കത്തുമോ ഇല്ലയോ? കത്തില്ല. കാരണം ഞങ്ങൾക്കറിയാം ഇതും തമ്മിൽ ഒരു വയർ ഉപയോഗിച്ച് കണക്ട് ചെയ്താൽ മാത്രമേ വൈദ്യുതി ഇത് കത്തുള്ളൂ. മീൻസ് ബൾബ് പ്രകാശിക്കുള്ളൂ, റൈറ്റ്? ഇനി ഒരു കാര്യം ചെയ്യുന്നു ഞാൻ ഇതിലേക്ക്. അപ്പം ചുരുക്കി പറഞ്ഞാൽ എയർ കൂടി ഇലക്ട്രിസിറ്റി ഈസ് നോട്ട് പാസിങ്, ദാറ്റ് ഇസ് വൈ. ഇതിൽ ഞാൻ കുറച്ച് എന്തെടുക്കുമെന്ന് അറിയാം, ശുദ്ധമായിട്ടുള്ള വെള്ളം എടുക്കുക, ശുദ്ധമായ വെള്ളം എടുക്കുക. എന്നിട്ട് നിങ്ങൾ പിന്നെ കണക്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ബൾബ് പ്രകാശിക്കുമോ ഇല്ലയോ? പ്രകാശിക്കില്ല. അന്നേരം നമുക്ക് വെള്ളം പ്രകാശിക്കും. ശുദ്ധമായ വെള്ളമാണേ, കിണർ വെള്ളമൊന്നുമല്ല, ശുദ്ധമായ വെള്ളം. മീൻസ് മഴവെള്ളമൊക്കെ ആണെങ്കിൽ അതിൽ കൂടിയും ഈ കറണ്ട് കടന്നു പോകില്ല. അതേസമയം ഞാൻ ഇതിൽ കുറച്ച് സോഡിയം ക്ലോറൈഡ് എടുക്കുക. ഒന്നുകിൽ ഉരുകിയ അവസ്ഥയിലുള്ള സോഡിയം ക്ലോറൈഡ്, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് എടുക്കുമെന്ന് അറിയാം, ദാറ്റ് ഈസ് അക്വസ് NaCl, മീൻസ് ഉപ്പ് വെള്ളം എടുക്കുക. ഇതിലേക്ക് വെക്കുക. നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ബൾബ് പ്രകാശിക്കുന്നു. നിങ്ങളൊരു ഉരുകിയ അവസ്ഥയിലുള്ള സോഡിയം ക്ലോറൈഡ് എടുക്കുന്നതെങ്കിൽ ഈ ബൾബ് പ്രകാശിക്കൽ മാത്രമല്ല. അപ്പൊ അതിന്റെ കാരണം ഈ ഉരുകിയ സോഡിയം ക്ലോറൈഡിൽ കൂടി വൈദ്യുതി കടന്നു പോകുന്നത് കൊണ്ടല്ലേ ബൾബ് പ്രകാശിക്കുന്നത്. അങ്ങനെ വൈദ്യുതി കടന്നു പോകാൻ സഹായിക്കുന്ന വസ്തുക്കളെ നമ്മൾ പറയുന്ന പേരാണ് വി കോൾ ഇറ്റ് ആസ്, എന്താണെന്നറിയോ? വി കോൾ ഇറ്റ് ആസ് ഇലക്ട്രോലൈറ്റ് എന്നാണ് പറയുക. ഇലക്ട്രോലൈറ്റ് മാത്രമല്ല, ഇത് വൈദ്യുതി കടന്നു പോയി കഴിഞ്ഞാൽ ഈ സോഡിയം ക്ലോറൈഡ് വിഘടിച്ചിട്ട് സോഡിയവും ക്ലോറിൻ ഗ്യാസും ആയിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഇലക്ട്രോലൈറ്റ് ഇസ് നത്തിങ് ബട്ട് ദീസ് ആർ ദി കോമ്പൗണ്ട്സ് വിച്ച് അലൗസ് ദി പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാൻ വേണ്ടി അനുവദിക്കുന്നു. മാത്രമല്ല
ദേ അണ്ടർഗോ കെമിക്കൽ ചേഞ്ചസ്, രാസമാറ്റം സംഭവിക്കുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ നിങ്ങൾ ഇലക്ട്രിസിറ്റി ഇങ്ങോട്ട് കൊടുക്കുന്നു അല്ലേ, ഇലക്ട്രിസിറ്റി ഇങ്ങോട്ട് കൊടുത്തിട്ട് കെമിക്കൽ ചേഞ്ച് വരുത്തിക്കുക. അത്തരം സെല്ലാണ് ഇലക്ട്രോലൈറ്റിക് സെല്ല്. നമ്മൾ നേരത്തെ പറഞ്ഞ ഗാൽവാനിക് സെല്ലിൽ അങ്ങനെ ആയിരുന്നില്ല. ഇവിടെ ഗാൽവാനിക് സെല്ലാകുമ്പോൾ കെമിക്കൽ റിയാക്ഷൻ താഴെ നടക്കുന്നു, തൽഫലമായിട്ട് വൈദ്യുതി ഉണ്ടാക്കപ്പെടുന്നു. അപ്പോൾ ഗാൽവാനിക് സെല്ലിൽ വൈദ്യുതി ഉണ്ടാകുന്നു, പക്ഷെ ഇവിടെ നിങ്ങൾ വൈദ്യുതി ഇതിലേക്ക് കൊടുത്തിട്ട് കെമിക്കൽ ചേഞ്ച് സംഭവിപ്പിക്കുന്നു. That is the difference between electrochemical cell and electrolytic cell. Electrochemical chemical reaction വൈദ്യുതി, electrolytic വൈദ്യുതി എന്ന് chemical reaction. That is the only differences, right? So we can say that electrolytes are the substance which conduct electricity in aqueous state or molten state. They undergo chemical changes also. And examples ആസിഡുകൾ കേട്ടോ, ഹൈഡ്രോക്ലോറിക് പോലത്തെ ആസിഡുകൾ ഇലക്ട്രോലൈറ്റ് ആണ്. ബേസുകൾ NaOH, സാൾട്ടുകൾ, സ്ട്രോങ് സാൾട്ട് നമുക്ക് പറയാം NaCl, ഇതൊക്കെ ഇലക്ട്രോലൈറ്റ്സ് പെടും. അതേപോലെ തന്നെ വാട്ട് ഈസ് ദി ഇലക്ട്രോളിസിസ് മീൻസ് ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് chemical change during the passage of electricity is known as electrolysis. ഇനി നമുക്ക് ഇലക്ട്രോളിസിസ് ഓഫ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ. സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ മീൻസ് സോഡിയം ക്ലോറൈഡ് പ്ലസ് വെള്ളം ചേർന്നാൽ ഇലക്ട്രോളിസിസ് നടത്തുമ്പോൾ എന്തൊക്കെ സംഭവിക്കും നോക്കാം. ഇനി കാണാൻ പറ്റും സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടാവും എന്നറിയാം. ദർ വിൽ ബി Na+ ഉണ്ടാവും, അതേപോലെ തന്നെ Cl- ഉണ്ടാവും. വെള്ളം ചേർത്താൽ ആ വെള്ളം വിഘടിച്ചിട്ട് എന്തൊക്കെയായിട്ട് മാറും മീൻസ് H+ ആയിട്ടും അതേപോലെ തന്നെ OH- അവിടെ ഉണ്ടാവും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ Na+ ഉണ്ട്, H+ ഉണ്ട്, 2 പോസിറ്റീവ് അയോണും ഉണ്ട്, 2 നെഗറ്റീവ് അയോണും ഉണ്ട്. ഇത് കാണാൻ പറ്റും ഇത് ബാറ്ററിയുടെ നെഗറ്റീവ് തമ്മിലല്ലേ, ഇതിനെ നമുക്ക് പറയാം ബീക്കോൾട്ടസ് കാഥോഡ് എന്നൊക്കെയാ പറയാം. അപ്പോൾ ഈ കാഥോഡിലേക്ക് മൂവ് ചെയ്യാൻ Na+ ശ്രമം നടത്തും, അതേപോലെ തന്നെ H+ ശ്രമം നടത്തും. പക്ഷേ ഇവിടെ രണ്ടുപേർ നമ്മളൊരു കോമ്പറ്റീഷൻ വരും, ഒരു മത്സരം വരും. ആരാ ജയിക്കുമെന്ന് അറിയുക, ആരാണ് ജയിക്കുക എന്നൊക്കെ പ്രഡിക്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഹയർ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മനസ്സിലായിക്കോളും. ഇപ്പം ഞാൻ തൽക്കാലത്തേക്ക് പറയാം, ഇവിടെ Na+നും H+നും ഈ ഇതിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുമേ. പക്ഷെ ആരാ ജയിക്കുക എന്ന് അറിയാം, H+ ആണ് ജയിക്കുക. H+ ജയിച്ചിട്ട് എന്ത് ചെയ്യുന്ന അറിയാം. അപ്പം അതായത് ഇനി പറയാം നമ്മൾ കാഥോഡ് എന്നല്ലേ പറയാം. ഇപ്പം കാഥോഡിൽ വാട്ട് ഹാപ്പൻ ദാറ്റ് H+ എന്തെന്ന് വെച്ചാൽ അവിടെ എത്തിയിട്ട് ഇലക്ട്രോണിനെ സ്വീകരിക്കും. ആക്ച്വലി 2 H+ 2 ഇലക്ട്രോൺസിനെ സ്വീകരിച്ചിട്ട് എന്ത് ഗ്യാസ് ആയിട്ട് മാറും, H2 ഗ്യാസ് ആയിട്ട് മാറും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന്ന് H2 ഗ്യാസ് ഇങ്ങനെ പുറത്തേക്ക് പോകും, H2 ഗ്യാസ് ഇവിടുന്ന് പുറത്തേക്ക് പോകും, റൈറ്റ്. അതേപോലെ ഇവിടെ Cl- ഉണ്ട്, OH- ഉണ്ട് അല്ലേ. രണ്ടുപേരും ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം നടത്തും. ഇവിടെ ആരാ ജയിക്കുക എന്നറിയാം, Cl- ആണ് ജയിക്കുക. ദാറ്റ് മീൻസ് അറ്റ് എവിടെയാണെന്ന് പറയാൻ പറ്റും, കാഥോഡിൽ. വാട്ട് വിൽ ഹാപ്പൻ ദാറ്റ് 2 Cl-, അതിന്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. 2 Cl- 2 ഇലക്ട്രോണിനെ നഷ്ടപ്പെടും. ഒരു Cl- ഒരു ഇലക്ട്രോൺ അല്ല ഉള്ളത്, അപ്പോൾ 2 Cl- 2 ഇലക്ട്രോൺസ് ഉണ്ട്. എന്നിട്ട് എന്തായിട്ട് മാറും, Cl2 ആയിട്ട് മാറും. Cl2 ഒരു ഗ്യാസ് അല്ലടോ, ഹൈഡ്രജനും ഗ്യാസാ, Cl2 ഗ്യാസ്. ദാറ്റ് മീൻസ് ഇവിടുന്ന് ഹൈഡ്രജൻ ഗ്യാസും ഉണ്ടാവും, ഇവിടുന്ന് എന്ത് ഗ്യാസും ഉണ്ടാവും, ക്ലോറിൻ ഗ്യാസും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ സൊല്യൂഷനിൽ ബാക്കി ആരൊക്കെയാണ് ഉള്ളത്, Na+ അവിടെ ബാക്കിയില്ലടോ, അതേപോലെ തന്നെ OH- ബാക്കിയുണ്ട്. അവ രണ്ടാൾക്കാരും കൂടി ചേർന്നിട്ട് എന്തായിട്ട് മാറുകയും ചെയ്യും, NaOH ആയിട്ട് മാറുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ ഇലക്ട്രോളിസിസ് നടത്തുമ്പോൾ ഹൈഡ്രജൻ ഗ്യാസിനെയും ക്ലോറിൻ ഗ്യാസിനെയും നമ്മൾ ഉണ്ടാക്കിയെടുത്ത് കൂടാതെ ഒരു കോമ്പൗണ്ട് ആയിട്ടുള്ള NaOH ഉണ്ടാക്കിയെടുത്തിട്ടില്ലേ. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കെമിക്കൽ റിയാക്ഷനാണ് ഇത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി ഓഫ് ഇലക്ട്രോളിസിസിൻ്റെ കാര്യങ്ങളെ പറ്റി പറയാം. ദാറ്റ് ഈസ് ഒന്നാമത്തത് നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്, പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ് ലൈക്ക് സോഡിയം ആൻഡ് പൊട്ടാസ്യം. നിങ്ങൾ നേരത്തെ കണ്ടില്ലേ, സോഡിയം ക്ലോറൈഡിനെ, അതായത് മോൾട്ടൺ സോഡിയം ക്ലോറൈഡിനെ ഇലക്ട്രോളിസിസ് നടത്തിയാൽ നമുക്ക് സോഡിയം ഉണ്ടാവും, അതുപോലെ പൊട്ടാസ്യം ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. രണ്ടാമത്തത് പ്രൊഡക്ഷൻ ഓഫ് നോൺ മെറ്റൽസ് ലൈക്ക് ആരൊക്കെ, ഹൈഡ്രജൻ, ഓക്സിജൻ, ക്ലോറിൻ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നേരത്തെ ഹൈഡ്രജനെയും ക്ലോറിനെ ഉണ്ടാക്കിയെടുക്കുന്ന കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓൾറെഡി കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രൊഡക്ഷൻ ഓഫ് കോമ്പൗണ്ട് ലൈക്ക് NaOH, അതിപ്പോൾ നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. NaOH ഉണ്ടാക്കിയെടുക്കുക, സോഡിയം ക്ലോറൈഡ് അക്വസ് സൊല്യൂഷനെ ഇലക്ട്രോളിസിസ് നടത്തിയാൽ. അതേപോലെ റിഫൈനിങ് ഓഫ് മെറ്റൽസ് ലൈക്ക് കോപ്പർ ആൻഡ് ഗോൾഡ്, കോപ്പർ ഗോൾഡ് പോലത്തെ മെറ്റൽസിനെ ശുദ്ധീകരിക്കാനും ഈ മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട്. അതിനെപ്പറ്റി നിങ്ങൾ മെറ്റലർജി എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്, ആ സമയത്ത് ഡിസ്കസ് ചെയ്യാം. ഇനി ഈ ചാപ്റ്ററിന്റെ അവസാനത്തെ ഭാഗമാണ്, ദാറ്റ് ഈസ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയാം. എന്താ ഇലക്ട്രോപ്ലേറ്റിംഗ് മീൻസ്, നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, ഒരു കഷ്ണം ഇരുമ്പിന്റെ കഷ്ണം തരിക, ആ ഇരുമ്പ് എളുപ്പത്തിൽ തുരുമ്പിച്ചു പോകാൻ സാധ്യതയുണ്ട് അല്ലേ. ഞാനൊരു കാര്യം ചെയ്യുക, ഇതിൻ്റെ മേലെ സിങ്ക് എന്ന് പറയുന്ന ഒരു മെറ്റൽസിൻ്റെ ഒരു കോട്ടിംഗ് ഉണ്ടാക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഇരുമ്പിനെ എനിക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും.
ഇപ്പൊ ഇലക്ട്രോപ്ലേറ്റിംഗ് ഈസ് നത്തിങ് ബട്ട് ഒരു മെറ്റലിന്റെ മേലെ മറ്റൊരു മെറ്റലിന്റെ കോട്ടിംഗ് ഉണ്ടാക്കുന്ന പ്രോസസ്സിനാ പറയാ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്നാ പറയാം. റെഡി? നമ്മൾ ഒരു നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് പഠിക്കാൻ സംഭവം ഇതാണ്. ദാറ്റ് ഈസ് ഇലക്ട്രോപ്ലേറ്റിംഗ് ഓഫ് കോപ്പർ ഓൺ എ അയേൺ ബാങ്കിൾ. അതായത് ഒരു ഇരുമ്പ് വളയുടെ മേലെ നമുക്ക് കോപ്പറിന്റെ പ്ലേറ്റിംഗ് നടത്തണം എന്നിരിക്കുക. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏത് മെറ്റലാണോ പ്ലേറ്റ് ചെയ്യേണ്ടത്, അതായത് ഏത് മെറ്റൽ കോട്ടിങ്സ് ആണോ നിങ്ങൾ ഉണ്ടാക്കേണ്ടത്, അതെപ്പോഴും ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലായിട്ട് ഘടിപ്പിക്കുക. ഏതിൻ്റെ മേലെയാണോ നിങ്ങൾ കോട്ട് ചെയ്യേണ്ടത് അതിന് നമ്മൾ എന്താക്കി എടുക്കുക, അതിൻ്റെ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലാക്കി എടുക്കുക. ഇപ്പം കോപ്പർ ഈ ഇരുമ്പിന്റെ മേലെയാണ് നമുക്ക് ഒട്ടിപ്പിടിപ്പിക്കേണ്ടത് അല്ലേ? അപ്പം എന്ത് വെച്ചാൽ കോപ്പറിനാണ് നിങ്ങൾ ദിസ് ഇസ് കോപ്പർ ആണേ, ദിസ് ഇസ് പോസിറ്റീവ് ടെർമിനലാണ് ബാറ്ററിയുടെ, ഇത് നെഗറ്റീവ് ടെർമിനലായിട്ട് ഘടിപ്പിക്കുക. സംഗതി വളരെ ഈസിയാണ്. ഇത് സംഭവിക്കുമെന്ന് പറയാം നിങ്ങൾ, ദാറ്റ് ഇസ് ഈ കോപ്പർ എന്ത് ചെയ്യുന്ന അറിയാം, Cu2++2 ഇലക്ട്രോൺ ആയിട്ട് മാറും. ഈ കോപ്പർ ഈ കോപ്പർ ആറ്റം ഇലക്ട്രോൺസിനെ നഷ്ടപ്പെട്ടിട്ട് Cu2++2 ഇലക്ട്രോൺ ആയിട്ട് മാറും. എന്നിട്ട് ഈ Cu2+ ഇവിടെ എത്തും. കാരണം ഇയാൾക്ക് എന്ത് ടെർമിനലാണല്ലേ, നെഗറ്റീവ് ടെർമിനലല്ലേ. അവിടെ എത്തിക്കഴിഞ്ഞാൽ ദാറ്റ് Cu2+ ആക്സെപ്റ്റ് 2 ഇലക്ട്രോൺസ് ടു ഫോംസ് എന്തായിട്ട് മാറും, Cu ആയിട്ട് മാറും. ഇവിടെ നിറയെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആയിരിക്കണം, നിറയെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഇവിടം വരെ 3 തരത്തിൽ വരെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഉണ്ടായിരിക്കണം. അങ്ങനെയാകുമ്പോൾ ഈ കോപ്പറും അതായത് Cu2+2 ഇലക്ട്രോൺ സ്വീകരിച്ച് Cu ആയിട്ട് മാറിയാൽ ആ ഉണ്ടാകുന്ന കോപ്പർ നിറയെ ഈ വളയുടെ മേലെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുകയും ചെയ്യും. ഇതാണ് കോപ്പർ പ്ലേറ്റിംഗ്. റൈറ്റ്? ഇത്രയാണ് നമ്മളെ ചാപ്റ്റർ. വെരി സിമ്പിൾ ചാപ്റ്ററാണ്, എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഒരു 46 മിനിറ്റ് കൊണ്ട് നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങളും കമൻറ്റുകളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. ഓക്കെ, താങ്ക് യു വൺസ് അഗൈൻ.